നമസ്കാരം. ചടയമംഗലം സിപിഐയുടെ മണ്ഡല സമ്മേളനത്തിന് മുന്നോടിയായിട്ടുള്ള ബഹുജനങ്ങളെ സംഘടിപ്പിച്ച ബഹുജന റാലി ആരംഭിക്കുകയാണ്. ഇതിന്റെ തത്സമയത്തിലേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം. എന്തിനാ എന്നാക്കിയപ്പോഴേ ഞാൻ എടുത്തോണ്ട് വരാം. അത് ഞാൻ വല്ലാത്ത പരുവത്തിൽ ലോക്ക് ചെയ്തത്. വിവിധ ജാഥകളുടെ കൂടെ സഞ്ചരിച്ചെത്തിയ അനൗൺസ്മെന്റ് വാഹനങ്ങൾ മുന്നിലേക്ക് വരണമെന്ന് അറിയിക്കുകയാണ്. ബാനറിന്റെ പിന്നിൽ മണ്ഡല കമ്മിറ്റിയും അതിനു പിന്നിൽ നിലവിൽ ലോക്കൽ കമ്മിറ്റിയുടെ ബാനറിന് കീഴിലുള്ള സ്ഥലങ്ങൾ വരവേൽക്കണമെന്ന് സ്നേഹപരസ്പരം അഭ്യർത്ഥിക്കുകയാണ്. ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സിപിഐയുടെ 25ാമത് പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായിട്ടുള്ള ചടയമംഗലം മണ്ഡലം സമ്മേളനത്തിന് തുടക്കം കുറിച്ചുകൊണ്ടുള്ള പ്രൗഢഗംഭീരമായ ബഹുജന റാലി അല്പസമയത്തിനകം ആരംഭിക്കുന്നതാണ്. സമ്മേളന നഗരിയിൽ സ്ഥാപിക്കുന്നതിനുള്ള കൊടിമരവും സമ്മേളനത്തിനായി ഉയർത്തിക്കൊണ്ടുള്ള പ്രൗഢഗംഭീരമായ കൊടിമര പതാക ബാനർ ജാഥകൾ നിലവിൽ ജംഗ്ഷനിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. തൊഴിലാളി വർഗത്തിന്റെ അവകാശ സമ്പാദന പോരാട്ടങ്ങളുടെ ഐതിഹാസികമായ പ്രക്ഷോഭ ഭൂമികയിൽ ചോര കൊണ്ട് തെളിത്ത വിപ്ലവ പ്രസ്ഥാനം ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സിപിഐ പുന്നപ്പുറയിലും വയലാറിലും കയ്യൂരിലും വെരിവള്ളൂരിലും കാവുമ്പായിലും മുനിയൻകുന്നിലും ശൂരനാട്ട് കൊഞ്ചിയത്തും അവകാശ സമ്പാദന പോരാട്ടങ്ങളുടെ ഐതിഹാസികമായ പ്രക്ഷോഭ ഭൂമികയിൽ ഉജ്ജ്വലമായി നേതൃത്വം നൽകിയ വിപ്ലവ പ്രസ്ഥാനം ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സിപിഐയുടെ ചടയമംഗലം മണ്ഡല സമ്മേളനത്തിന് തുടക്കം കുറിച്ചുകൊണ്ടുള്ള പ്രൗഢഗംഭീരമായ ബഹുജന റാലി ഈ വാഹനത്തിന് തൊട്ടു പിന്നാലെ അല്പസമയത്തിനകം കടന്നു വരുന്നതാണ്. മൊത്തം ബ്ലോക്കാണ്. ഏറ്റവും ബാക്കിൽ വന്നാൽ കുഴപ്പമില്ല, മൊത്തം ബ്ലോക്കാകണം. ആരെങ്കിലും അവിടെ മുദ്രാജ് വിളിച്ചു കൊടുക്കാൻ ആരെങ്കിലും ഒരാളെ നിർത്തും. അല്ല ജേപ്പിന്റെ കൂടെ വന്നോ ഇന്ത്യൻ തൊഴിലാളി വർഗത്തിന്റെ അവകാശ സമ്പാദന പോരാട്ടങ്ങളുടെ ഐതിഹാസികമായ പ്രക്ഷോഭ മുഖങ്ങളിൽ പോരാട്ട ഭൂമികയിൽ ഉജ്ജ്വലമായി നേതൃത്വം നൽകുന്ന വിപ്ലവ പ്രസ്ഥാനം ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സിപിഐയുടെ 25ാമത് പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായിട്ടുള്ള ചടയമംഗലം മണ്ഡലം സമ്മേളനത്തിന് തുടക്കം കുറിച്ചുകൊണ്ടുള്ള വൻപിച്ച ബഹുജന റാലി. പ്രിയമുള്ളവരെ, ഈ വാഹനത്തിന്റെ തൊട്ടു പിന്നാലെ നിലമേൽ പട്ടണത്തിന്റെ ഹൃദയഭൂമിയിൽ നാടുണർത്തി നഗരമുണർത്തി നഗരവീഥികളിൽ ആവേശത്തിന്റെ ഇലകടൽ സമ്മാനിച്ചുകൊണ്ട് ഈ വാഹനത്തിന്റെ തൊട്ടു പിന്നാലെ കടന്നു വരികയാണ്. പുന്നപ്രയിലും വയലാറിലും കയ്യൂരിലും കരിവള്ളൂരിലും കാവുമ്പായിലും മുനിയൻകുന്നിലും ശൂരനാട്ട് കൊഞ്ചിയത്തും അവകാശ സമ്പാദന പോരാട്ടങ്ങളുടെ ഐതിഹാസികമായ സമരഭൂമികയിൽ പ്രക്ഷോഭ മുഖങ്ങളിൽ ഉജ്ജ്വലമായ നിർണായകത്വം വഹിച്ച വിപ്ലവ പ്രസ്ഥാനം ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സിപിഐയുടെ 25ാമത് പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായിട്ടുള്ള ചടയമംഗലം മണ്ഡലം സമ്മേളനം 10 മുതൽ 13 വരെ തീയതികളിലായി നിലമേൽ ജംഗ്ഷനിൽ ചേരുമ്പോൾ സമ്മേളനത്തിന് തുടക്കം കുറിച്ചുകൊണ്ടുള്ള പ്രൗഢഗംഭീരമായ ബഹുജന ഈ വാഹനത്തിൽ
സംഘടനാശേഷിയെ വിളിച്ചോടുന്ന പ്രൗഢഗംഭീരമായ ഈ വാഹനത്തിന്റെ തൊട്ടുപിന്നാലെ കടന്നു വരികയാണ്. പോരാട്ടങ്ങളുടെ ഇന്നലകളിൽ പ്രക്ഷോഭങ്ങളുടെ പോർമുഖങ്ങളിൽ ഇന്ത്യൻ തൊഴിലാളി വർഗത്തിന്റെ അവകാശ സമ്പാദന പോരാട്ടങ്ങൾക്ക് പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകിയ വിപ്ലവ പ്രസ്ഥാനം ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി CPI. മണ്ണിൽ പണിയെടുക്കുന്നവന് ഭൂമിയുടെ അവകാശികളാക്കി മാറ്റിയ വിപ്ലവ പ്രസ്ഥാനം ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി CPI. ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അക്ഷരാർത്ഥത്തിൽ നിലവേർന്നത്തെ ചെങ്കടലാക്കി മാറ്റിക്കൊണ്ട് CPIയുടെ കരുത്ത് തെളിയിക്കുന്ന നേതൃത്വത്തിലാണ് മണ്ഡല സമ്മേളനത്തിന് ചെങ്കൊടി എന്തോട് ചേർത്ത് വെച്ചുകൊണ്ട് ബഹുജന റാലിയാണ് ഈ വഴിത്താരയിലൂടെ കടന്നു വരുന്നത്. ശക്തിയാണെന്ന് ഉറക്കി വിളിച്ചോടിക്കൊണ്ടുള്ള വമ്പിച്ച പ്രകടനം ഈ നാടുണർത്തി നഗരമുണർത്തി നഗരവീതികളിൽ ആവേശത്തിന്റെ അലകടൽ സമ്മാനിച്ചുകൊണ്ട് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി CPIയുടെ ചടയമംഗലം മണ്ഡല സമ്മേളനത്തിന് നന്ദി കുറിച്ചുകൊണ്ടുള്ള വൻപിച്ച ബഹുജന റാലിയാണ് നിലവിലെ അക്ഷരാർത്ഥത്തിൽ ചെങ്കടലാക്കി മാറ്റിക്കൊണ്ട് നടക്കുന്നത്. ഈ സമ്മേളനം ഈ ബഹുജന റാലി നിലവിൽ പട്ടണത്തിൽ എത്തിച്ചേരുമ്പോൾ ഈ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആരാധനായ CPIയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം സഖാവ് മുല്ലക്കരക്കാരൻ സംസാരിക്കുന്നു. ഈ നാടുണർത്തി നഗരമുണർത്തി നഗരവീതികളിൽ ആവേശത്തിന്റെ അലകടൽ സമ്മാനിക്കുന്നുണ്ട്. CPIയുടെ ചടയമംഗലം മണ്ഡല സമ്മേളനം ഇത് നാട്ടു കുറിച്ചുകൊണ്ടുള്ള ബഹുജന റാലിയാണ് അക്ഷരാർത്ഥത്തിൽ നിലവിലെ പട്ടണത്തെ സ്വീകരണമാക്കി മാറ്റിക്കൊണ്ട് നടത്തുന്നത്. ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ 25ാം പാർട്ടി തൊട്ടു പിന്നാലെ കടന്നു വരികയാണ്. നമ്മൾ കൊയ്യും വയലുകളെല്ലാം നമ്മുടെ നല്ലോ പൈങ്കിളിയെ എന്ന മലയാളികളുടെ ഹൃദയഭൂമികയിൽ ചോര കൊണ്ട് ചരിത്രത്തിൽ എഴുതിയ വിപ്ലവ പ്രസ്ഥാനം ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി CPI അവകാശ സമര പോരാട്ടങ്ങളുടെ പൂർവ്വമുഖങ്ങളിൽ ജ്വലിച്ചു നിൽക്കുന്ന ഒട്ടനവധി പ്രക്ഷോഭങ്ങൾ കൊണ്ട് പോരാട്ടങ്ങൾ കൊണ്ട് സമ്പന്നമായ ഇന്ത്യൻ തൊഴിലാളി വർഗത്തിന്റെ അവകാശ സമര പോരാട്ടങ്ങളുടെ പ്രക്ഷോഭ മുഖങ്ങളിൽ കരുത്തോടെ ജ്വലിച്ചു നിൽക്കുന്ന വിപ്ലവ പ്രസ്ഥാനം ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി CPIയുടെ 25ാമത് പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായിട്ടുള്ള ചടയമംഗലം മണ്ഡലം സമ്മേളനത്തിന് തുടക്കം കുറിച്ചുകൊണ്ടുള്ള കൊടിമര പതാക ബാനർ ജാഥകളും ഇതാ പ്രിയമുള്ളവരെ ഈ വാഹനത്തിന്റെ തൊട്ടു പിന്നാലെ കടന്നു വരികയാണ്. നിലമേൽ പഞ്ചായത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംഘടനാശേഷിയും കരുത്തും വിളിച്ചോതിക്കൊണ്ടുള്ള പ്രൗഢഗംഭീരമായ ബഹുജന റാലി ഇതാ ഈ വാഹനത്തിന്റെ തൊട്ടു പിന്നാലെ ഈ നാടുണർത്തി നഗരമുണർത്തി നഗരവീഥികളിൽ ആവേശത്തിന്റെ ഇലകടൽ സമ്മാനിച്ചുകൊണ്ട് സംഗീതം പോലെ സൗന്ദര്യാത്മകമായ ആവേശത്തിന്റെ ഇലകടൽ ൂട്ടി വളർത്തും
ചടയമംഗലം മണ്ഡല സമ്മേളനത്തിന് ഐതിഹാസികമായ തുടക്കം. വിപ്ലവ മണ്ണിൽ ചെങ്കൊടിയെ ചേർത്ത് വെച്ചുകൊണ്ട് നൂറുകണക്കിന് സഖാക്കൾ പങ്കെടുക്കുന്ന നിലമേലിനെ ചെങ്കടലാക്കി മാറ്റുന്ന വമ്പിച്ച പൊതുപ്രകടനം നടത്തുകയാണ്. അതിന്റെ തത്സമയ സംപ്രേഷണം. ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സിപിഐയുടെ ജനമംഗലം മണ്ഡല സമ്മേളനത്തിന് കാത്തുകൊടുത്തുള്ള വട്ടിച്ച ബഹുജന റാലിയാണ് ഈ വാഹനത്തിന് പിന്നാലെ കടന്നു വരുന്നത്. ഈ നാടുണർത്തി നഗരമുണർത്തി നഗരവീതികളിൽ ആവേശത്തിന്റെ അലകടൽ സമ്മാനിച്ചുകൊണ്ട് അക്ഷരാർത്ഥത്തിൽ നിലമേ പട്ടണത്തെ ഭീകരയാക്കി മാറ്റിക്കൊണ്ട് വിപ്ലവസേനയാക്കി മാറ്റിക്കൊണ്ട് ഈ വാഹനത്തിന്റെ പിന്നാലെ നാടുകൾക്ക് നഗരമുണർത്തി നഗരവീഥികളിൽ ആവേശത്തിന്റെ ഇലകൾ സമ്മാനിച്ചുകൊണ്ട് ഇവിടെ കടന്നു വരികയാണ്. അവകാശ സംഭാവന പോരാട്ടങ്ങളിന്
ഐതിഹാസികമായ പ്രക്ഷോഭങ്ങളിൽ കരുത്തോടെ വളർന്ന വിപ്ലവ പ്രസ്ഥാനം ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി CPI-യുടെ 25ാമത് പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായിട്ടുള്ള ചടയമംഗലം മണ്ഡലം സമ്മേളനം മെയ് മാസം 10 മുതൽ 13 വരെ തീയതികളിലായി നിലവിലിൽ നടക്കുന്നു. സമ്മേളനത്തിന് തുടക്കം കുറിച്ചുകൊണ്ടുള്ള സർവ്വഗംഭീരമായ ബഹുജന റാലിയും പുതുവര പതാക ബാനർ ജാഥകളുമെല്ലാം പ്രിയമുള്ളവരെ ഈ വാഹനത്തിന്റെ തൊട്ടുപിന്നാലെ കടന്നു വരികയാണ്. നാടുകളർത്തി നഗരമലർത്തി നഗരവീഥികളിൽ ആവേശത്തിന്റെ ഇളകടൽ സമ്മാനിച്ചുകൊണ്ട് ഈ വാഹനത്തിന്റെ തൊട്ടുപിന്നാലെ കടന്നു വരികയാണ്. മണ്ണിൽ പരിഗണിക്കുന്ന പാവപ്പെട്ടവരെ ഭൂമിയുടെ അവകാശികളാക്കി മാറ്റിയ വിപ്ലവ പ്രസ്ഥാനം ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി CPI ഭൂപരിഷ്കരണ നിയമം ഉൾപ്പെടെയുള്ള കേരളത്തിലെ സാധാരണക്കാരന്റെ പാവപ്പെട്ടവന്റെ അവകാശ സമര പോരാട്ടങ്ങളുടെ പ്രക്ഷോഭ മുഖങ്ങളിൽ തെളിച്ചു നിൽക്കുന്ന ഒട്ടനവധി സമരങ്ങൾ കൊണ്ട് പോരാട്ടങ്ങൾ കൊണ്ട് കരുത്ത് സമ്മാനിച്ച വിപ്ലവ പ്രസ്ഥാനം ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി CPI-യുടെ 25ാമത് പാർട്ടി കോൺഗ്രസ് ചണ്ഡീഗറിൽ വെച്ച് നടക്കുന്നതിന് മുന്നോടിയായിട്ടുള്ള ഘടക സമ്മേളനങ്ങൾ രാജ്യമെമ്പാടും നടന്നു വരികയാണ്. അതിന്റെ ഭാഗമായിട്ടുള്ള ബ്രാഞ്ച് സമ്മേളനങ്ങൾ ചടയമംഗലം മണ്ഡലത്തിൽ പൂർത്തീകരിച്ചു കഴിഞ്ഞു. ലോക്കൽ സമ്മേളനങ്ങളെല്ലാം തന്നെ സമയബന്ധിതമായിട്ട് പൂർത്തീകരിച്ചു. ഗംഭീരമായ ബഹുജന പ്രാതിനിധ്യത്തോടു കൂടിയിട്ടുള്ള റാലികളും പൊതുയോഗങ്ങളും നടത്തിയതിനു ശേഷം കമ്മ്യൂണിസ്റ്റ് പാർട്ടി കൂടുതൽ ആത്മവിശ്വാസത്തോടുകൂടി മണ്ഡലം സമ്മേളനത്തിലേക്ക് കടക്കുകയാണ്. ഇന്നലെയും ഇന്നും നാളെയുമായിട്ടാണ് ചടയമംഗലം മണ്ഡലം സമ്മേളനം നടക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടുള്ള ഗംഭീരമായിട്ടുള്ള ബഹുജന റാലിയാണ് ഇപ്പോൾ നിലമേൽ കേന്ദ്രീകരിച്ച് നടന്നുകൊണ്ടിരിക്കുന്നത്. നൂറുകണക്കിന് സ്ത്രീകളും ബഹുജനങ്ങളും പങ്കെടുക്കുന്ന കഴിഞ്ഞ 3 വർഷക്കാലം പാർട്ടിക്ക് ചടയമംഗലത്തും നിലമേലും ആർജിക്കുവാൻ കഴിഞ്ഞ സംഘടിത ശക്തിയും ബഹുജന പിന്തുണയും വിളിച്ചറിയിക്കുന്ന തരത്തിലുള്ള പരിപാടികളാണ് ഇന്നും നാളെയും മറ്റന്നാളുമായിട്ട് നടക്കുവാൻ പോകുന്നത്. തീർച്ചയായിട്ടും രാജ്യം നേരിടുന്ന ബഹുവിധമായിട്ടുള്ള വെല്ലുവിളികൾ എങ്ങനെ നേരിടാം എന്നുള്ളതിനെ സംബന്ധിച്ചും രാജ്യത്തിന്റെ അതിജീവനം എങ്ങനെ സാധ്യമാകും എന്നുള്ളതിനെ സംബന്ധിച്ചും ലോക സമാധാനവും ഇന്ത്യൻ സമാധാനവും എങ്ങനെ പരിരക്ഷിക്കാം എന്നുള്ളതിനെ സംബന്ധിച്ചും വളരെ ഗൗരവതരമായിട്ടുള്ള ചർച്ചകളും അനന്തര തീരുമാനങ്ങളും ഈ നടക്കുന്ന സമ്മേളനങ്ങളിലും തുടർന്ന് നടക്കുന്ന പാർട്ടി കോൺഗ്രസിലും ഉണ്ടാകുകയും ചടുലമായിട്ടുള്ള ധീരമായിട്ടുള്ള ഒരു നേതൃത്വത്തെ എല്ലാ നിലവാരങ്ങളിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി പുതുതായിട്ട് ഉയർത്തിക്കൊണ്ട് വരികയും ചെയ്യും. കൂടുതൽ ബഹുജന പിന്തുണയോടുകൂടി ഇന്ത്യയെ മാറ്റുന്നതിനും ഇന്ത്യയെ രക്ഷിക്കുന്നതിനും വേണ്ടിയിട്ടുള്ള വലിയ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ഈ സമ്മേളന കാലയളവിൽ CPI മുന്നോട്ട് പോകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പാർട്ടി കോൺഗ്രസ് സിന്ദാബാദ്. ഇൻകുലാബ് 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 സിന്ദാബാദ്. സഹകളെ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചടയമംഗലം മണ്ഡലം സമ്മേളനത്തിൽ തുടക്കം കുറിച്ചുകൊണ്ടിട്ടുള്ള പതാക ബാനർ കൊടിമര ജാഥകൾ കൂടി എത്തിച്ചേർന്നിരിക്കുകയാണ്. സമ്മേളനത്തിൽ എത്തിച്ചേർന്നിട്ടുള്ള സഖാക്കൾ സൗകര്യാർത്ഥം ഇവിടെ ഒരുക്കിയിട്ടുള്ള കസേരകൾ ഇരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. വെഴുതല്ലൂർ സഖാവ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സമുന്നതനായ നേതാവ് സഖാവ് ES അമറിന്റെ സ്മൃതി മണ്ഡപത്തിൽ നിന്നും കേരള മഹിളാ സംഘത്തിന്റെ നേതൃത്വത്തിൽ ഇന്ന് വൈകുന്നേരത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവും കിസാൻ സഭയുടെ സംസ്ഥാന കൌൺസിൽ അംഗമായ അഡ്വക്കേറ്റ് R ഗോപാലകൃഷ്ണപിള്ള ഉദ്ഘാടനം ചെയ്ത് കേരള മഹാസംഘത്തിന്റെ മണ്ഡലം കമ്മിറ്റിയുടെ സെക്രട്ടറി അഡ്വക്കേറ്റ് R ദേവി ക്യാപ്റ്റനും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗം സഖാവ് അനീഷ് പയ്യാനും ഡയറക്ടറുമായിട്ടുള്ള പതാക ജാഥയാണ് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. ഈ പതാക കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സമ്മേളനത്തിൽ വെക്കുവാനുള്ള പതാക ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റിയുടെ സെക്രട്ടറി അഡ്വക്കേറ്റ് സാംബി ഡാനിയലിനെ വളരെ ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. അഡ്വക്കേറ്റ് സാംബി ഡാനിയൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പതാക സമ്മേളനത്തിലുള്ള പതാക ഏറ്റുവാങ്ങുകയാണ്. ഇൻകുലാബ് സിന്ദാബാദ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി സിന്ദാബാദ്. പതാക സിന്ദാബാദ്. രക്തസാക്ഷികൾ സിന്ദാബാദ്.
ഈ സമ്മേളനത്തിൽ സ്ഥാപിക്കുവാനുള്ള കൊടിമരം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മണ്ഡലം കമ്മിറ്റിയുടെ അംഗവും ചടയമംഗലം ഗ്രാമപഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റും തൊഴിലാളി വർഗത്തിന്റെ AITUസിന്റെ ഈ ജില്ലയിലെ തന്നെ പ്രമുഖ നേതാവുമായിരുന്ന സഖാവ് M. രാജകുമാറിന്റെ സ്മൃതി മണ്ഡപത്തിൽ നിന്നും AITUസിയുടെ നേതൃത്വത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുതിർന്ന നേതാവ് BKMUവിന്റെ ജില്ലാ കമ്മിറ്റിയുടെ പ്രസിഡന്റ് സഖാവ് A. മുസ്തഫ ഉദ്ഘാടനം ചെയ്ത് AITUസിയുടെ മണ്ഡലം കമ്മിറ്റിയുടെ സെക്രട്ടറി സഖാവ് M. ബാബുരാജൻ ക്യാപ്റ്റനും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചടയമംഗലം മണ്ഡലം കമ്മിറ്റി അംഗവും ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയുമായ സഖാവ് G. അജയൻ ഡയറക്ടറുമായിട്ടുള്ള കൊടിമരമാണ് എത്തിച്ചേർന്നിട്ടുള്ളത്. ഈ കൊടിമരം ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മണ്ഡലം കമ്മിറ്റിയുടെ സെക്രട്ടറി സഖാവ് ഹരി വി നായരെ വളരെ ബഹുമാനപൂർവ്വം ക്ഷണിക്കുകയാണ്. രക്തസാക്ഷികൾ സിന്ദാബാദ്, രക്തപതാക സിന്ദാബാദ്, രക്തപതാക തണലിൽ വളരും, വർഗവികാരം സിന്ദാബാദ്. ഈ സമ്മേളന നഗരിയിലുള്ള ഉയർത്തുവാനുള്ള ബാനർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഈ കൊട്ടാരക്കര താലൂക്കിലും ചടയമംഗലം മണ്ഡലത്തിലും ധീരമായി പോരാട്ടം നൽകിയ സഖാവ് ചെറുവക്കൽ കരുണാകരൻ നായരുടെ സ്മൃതി മണ്ഡപത്തിൽ നിന്നും ഇളമാട് സഖാവ് MC മത്തായിയുടെ സ്മൃതി മണ്ഡപത്തിൽ നിന്നും AIYFന്റെ നേതൃത്വത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മണ്ഡലം കമ്മിറ്റിയുടെ സെക്രട്ടേറിയറ്റ് അംഗം അഡ്വക്കേറ്റ് MC ബിനികുമാർ ഉദ്ഘാടനം നിർവഹിച്ച് AIYFന്റെ മണ്ഡലം കമ്മിറ്റിയുടെ സെക്രട്ടറി സഖാവ് S. ഷാനവാസ് ക്യാപ്റ്റനും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മണ്ഡലം കമ്മിറ്റി സെക്രട്ടേറിയറ്റ് അംഗം സഖാവ് J. വിക്രമൻ ഡയറക്ടറുമായിട്ടുള്ള ബാനർ ജാഥകളാണ് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. ഈ ബാനറുകൾ ഏറ്റുവാങ്ങുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന കൌൺസിൽ അംഗവും മുൻ MLAയുമായ സഖാവ് ഡോക്ടർ R. ലതാദേവിയാണ്. അതിനുവേണ്ടി സഖാവ് R. ലതാദേവിയെ ബഹുമാനപൂർവ്വം ക്ഷണിക്കുകയാണ്. ഇൻക്ലാബ് സിന്ദാബാദ്, CPI സിന്ദാബാദ്, സമ്മേളനം സിന്ദാബാദ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി സിന്ദാബാദ്, ജനതാ പാർട്ടി കോൺഗ്രസ് സിന്ദാബാദ്, രക്തസാക്ഷികൾ സിന്ദാബാദ്, രക്തപതാക സിന്ദാബാദ്, സമ്മേളനം ആരംഭിക്കുകയാണ്. ഈ യോഗത്തിന്റെ അധ്യക്ഷനായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മണ്ഡലം കമ്മിറ്റിയുടെ സെക്രട്ടറി സഖാവ് ഹരി വി നായരെ ക്ഷണിക്കുകയാണ്. സർവേ നമ്മുടെ പൊതുയോഗം ആരംഭിക്കുകയാണ്. പാർട്ടിയുടെ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ ഈ വേദിയിലേക്ക് കടന്നിരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. പാർട്ടിയുടെ ചടയമംഗലം മണ്ഡലം കമ്മിറ്റിയുടെ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ ഈ വേദിയിലേക്ക് കടന്നിരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നമ്മുടെ സമ്മേളനത്തിന് സ്വാഗതം ആശംസിക്കുന്നതിന് വേണ്ടി പാർട്ടിയുടെ മണ്ഡലം അസിസ്റ്റന്റ് സെക്രട്ടറി നമ്മുടെ സംഘാടക സമിതിയുടെ കൺവീനറുമായ സഖാവ് M. സജീവിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചടയമംഗലം മണ്ഡലം സമ്മേളനത്തിന്റെ പൊതുസമ്മേളനം അധ്യക്ഷം വഹിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രിയങ്കരനായ മണ്ഡലം കമ്മിറ്റിയുടെ സെക്രട്ടറി സഖാവ് ഹരി വി നായർ, നമ്മുടെ ഈ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സമ്മേളന നേതാവും പാർട്ടിയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗവും കേരളത്തിന്റെ മുൻ കൃഷി മുഖ്യമന്ത്രിയുമായ സഖാവ് മുല്ലക്കര രത്നാകരൻ, വേദിയിലുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റിയുടെ അസിസ്റ്റന്റ് സെക്രട്ടറി അഡ്വക്കേറ്റ് സാംബെ ഡാനിയൽ, പാർട്ടിയുടെ സംസ്ഥാന കൗൺസിൽ അംഗവും മുൻ MLAയുമായ സഖാവ് ഡോക്ടർ ലതാദേവി, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുതിർന്ന നേതാക്കളായ സഖാക്കൾ P. M. മുസ്തഫ, അഡ്വക്കേറ്റ് R. ഗോപാലകൃഷ്ണപിള്ള, നമ്മുടെ സംഘാടക സമിതിയുടെ ചെയർമാൻ സഖാവ് A. സലീമാൻ, പാർട്ടിയുടെ മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗങ്ങളെ, പ്രിയങ്കരായ സഖാക്കളെ, ഗുരുജനങ്ങളെ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ 25ാം പാർട്ടി കോൺഗ്രസുമായി ബന്ധപ്പെട്ട് സംഘടനാ സമ്മേളനങ്ങളുടെ ഭാഗമായിട്ടുള്ള ലോക്കൽ ബ്രാഞ്ച് സമ്മേളനങ്ങൾ പൂർത്തീകരിച്ചിട്ടുള്ള മണ്ഡലം സമ്മേളനങ്ങൾ ഈ 23 വർഷക്കാലങ്ങൾക്ക് ശേഷമാണ് നിലമേൽ പട്ടണത്തിൽ വെച്ച് നടത്താൻ തീരുമാനിച്ചത്. വളരെ ആവേശപൂർവ്വമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിലമേൽ ലോക്കൽ കമ്മിറ്റി ഈ സമ്മേളനം ഏറ്റെടുത്തത്. സമ്മേളനത്തിന്റെ എല്ലാ പ്രചരണ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുമ്പോഴാണ് ഇന്ത്യയിൽ പാകിസ്ഥാൻ ഭീകരവാദികളുടെ ആക്രമണത്തിൽ ഇന്ത്യയിലെ പാവപ്പെട്ട 1026 മനുഷ്യന്റെ ജീവൻ പൊലിയുകയും
അതുമായി ബന്ധപ്പെട്ട് രണ്ട് രാജ്യങ്ങളും തമ്മിൽ യുദ്ധം നിലനിൽക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റും പ്രത്യേകിച്ച് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ക്യാമ്പയിനുകളും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പൊതു ക്യാമ്പയിനുകളുമെല്ലാം തൽക്കാലത്തേക്ക് നിർത്തിവെച്ചുകൊണ്ട് സംഘടനാ സമ്മേളനങ്ങളെല്ലാം പ്രതിനിധി സമ്മേളനങ്ങൾ ഇൻഡോർ സമ്മേളനങ്ങൾ മാത്രം ഒതുക്കി നിർത്തിക്കൊണ്ട് മറ്റ് ആഘോഷ പരിപാടികളും ആഡംബര പരിപാടികളെല്ലാം ഒഴിവാക്കി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സമ്മേളനം മാതൃകാപരമായി നടത്തണമെന്നുള്ള നിർദ്ദേശത്തെ തുടർന്നാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഈ മണ്ഡല സമ്മേളനം വളരെ ബഹുജന പങ്കാളിത്തത്തോടെ എല്ലാവിധ ഒരു സമ്മേളനത്തിന് വേണ്ട കെട്ടറപ്പോടുകൂടി എല്ലാവിധ ആഘോഷങ്ങളോടും കൂടി നടത്തണമെന്ന് ആലോചിച്ച് പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയുടെ തീരുമാനത്തിൻ്റെയും ആഹ്വാനത്തിൻ്റെയും പാർട്ടി കമ്മിറ്റിയുടെ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഈ സമ്മേളനത്തിൻ്റെ മറ്റ് ഇതര പരിപാടികളെല്ലാം ചുരുക്കി പാർട്ടിയുടെ ഉൾപാർട്ടി തലത്തിലുള്ള ചർച്ചകളും സമ്മേളനങ്ങളും വളരെ ഗൗരവത്തിലേക്ക് നടത്തുന്നതിന് വേണ്ടി നാളെയും മറ്റന്നാളുമായി സഖാവ് കാനം രാജേന്ദ്രൻ നഗറിൽ നടക്കുന്ന പ്രതിനിധി സമ്മേളനത്തിൽ മറ്റ് കാര്യങ്ങൾ ചർച്ച ചെയ്ത് മുന്നോട്ട് പോകുന്നതിന് വേണ്ടി തീരുമാനിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഈ പൊതുസമ്മേളനത്തിൻ്റെ പ്രൗഢഗംഭീരമായ മറ്റ് വാദ്യ ആഘോഷങ്ങളെല്ലാം ഒഴിവാക്കി ഞങ്ങൾ ചെണ്ടമേളങ്ങളും ബാൻഡ് മേളങ്ങളും എല്ലാം ഒഴിവാക്കി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ കുടുംബാംഗങ്ങൾ മാത്രം പങ്കെടുത്തുകൊണ്ടിട്ടുള്ള ഒരു വലിയ ബഹുജന റാലിയിലേക്ക് പോകാതെ വളരെ ജനങ്ങളെയും രാജ്യത്തെയും രാജ്യത്തെ ദേശാഭിമാനികളെയും അവരുടെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഒരു ബഹുജന റാലി നമ്മുടെ സംഘടനാ സമ്മേളന ഭാഗമായിട്ടുള്ള കൊടിമര പതാക ബാനർ ജാഥയ്ക്ക് ചേർന്നുകൊണ്ട് നമ്മുടെ നാളെ മുതൽ സംഘടനാ സമ്മേളനത്തിലേക്ക് നീങ്ങുകയാണ്. അതുകൊണ്ട് രാഷ്ട്രീയ കാര്യങ്ങളെല്ലാം തുടർന്ന് വരുന്ന സഖാക്കൾ പറയും എന്നുള്ളത് കൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് മാത്രമായി നിൽക്കുകയാണ്. നമ്മുടെ ഈ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മണ്ഡലം കമ്മിറ്റിക്ക് നേതൃത്വം നൽകുന്ന നമ്മുടെ സമ്മേളനത്തിന് എല്ലാവിധമായ പിന്തുണയും അന്നു മുതൽ നൽകിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ നമ്മളോടൊപ്പം നിൽക്കുന്ന പാർട്ടിയുടെ മണ്ഡലം കമ്മിറ്റിയുടെ സെക്രട്ടറി സഖാവ് ഹരി വി നായരെ ഈ സംഘാടക സമിതിയുടെ പേരിൽ നിങ്ങൾ ഏവരുടെയും പേരിൽ ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം. ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്ന പ്രാസംഗികൻ നമ്മൾ ഇവിടെ ഇന്നലെ ഈ യോഗം നടത്തണമോ വേണ്ടവോ എന്ന് ആലോചിക്കുമ്പോഴും തൽക്കാലം കമ്മ്യൂണിസ്റ്റ് പാർട്ടി തീരുമാനപ്രകാരം നമ്മൾ എടുത്ത് ചെറുതായി ചുരുക്കി ഈ യോഗം നടത്തണമെന്ന് നിർദ്ദേശം തരികയും അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ മറ്റ് നടപടികളെല്ലാം നിർത്തിവെച്ച് യോഗത്തിലേക്ക് നീങ്ങുകയാണ് ചെയ്തത്. അപ്പം ഈ സമ്മേളനത്തിൽ അത്തരം കാര്യങ്ങളെല്ലാം നന്നായി സംസാരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രമുഖനായ നേതാവ് നമ്മുടെ ബഹുമാന്യനായ കേരളത്തിൻ്റെ മുൻ കൃഷി വകുപ്പ് മന്ത്രി നമ്മുടെ എല്ലാം പ്രിയങ്കരനായ MLA ആയിരുന്ന സഖാവ് മുല്ലക്കര രത്നാകരനെ വളരെ ആദരപൂർവ്വം ഈ യോഗത്തിലേക്ക് ഈ സമ്മേളനത്തിൻ്റെ ഉദ്ഘാടകനായ സഖാവിനെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ ഈ യോഗത്തിൽ പങ്കെടുക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന കൗൺസിൽ അംഗവും ഈ സമ്മേളനത്തിൻ്റെ വിജയത്തിനായി തുടക്കം മുതൽ നമ്മളോടൊപ്പം സഹകരിച്ചുകൊണ്ടിരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന കൗൺസിൽ അംഗം ഡോക്ടർ ആർ ലതാദേവി MLA ആദരപൂർവ്വം യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഈ പാർട്ടിയുടെ ഈ മണ്ഡലത്തിലും എല്ലാവിധമായ നേതൃത്വം വഹിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റിയുടെ അസിസ്റ്റന്റ് സെക്രട്ടറി, ഈ നാടിൻ്റെ ജില്ലാ പഞ്ചായത്തിൻ്റെ മുൻ പ്രസിഡന്റും നമ്മുടെ ജില്ലാ പഞ്ചായത്ത് മെമ്പറും കൂടിയായിട്ടുള്ള നമ്മുടെ പ്രവർത്തനങ്ങൾക്കെല്ലാം നേതൃത്വം നൽകുന്ന അഡ്വക്കേറ്റ് സാൻവേ ഡാനിയലിനെ വളരെ ആദരപൂർവ്വം ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുതിർന്ന നേതാവ് BKMUവിൻ്റെ ദേശീയ വർക്കിംഗ് കമ്മിറ്റി അംഗം കൂടിയായിട്ടുള്ള നമ്മുടെ ഈ സമ്മേളനത്തിന് എല്ലാവിധമായ പിന്തുണയും നൽകിയിട്ടുള്ള സഖാവ് A മുസ്തഫയെ നിങ്ങളുടെ ഏവരുടെയും പേരിൽ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുതിർന്ന നേതാവ് സഖാവ് കിസാൻ സഭയുടെ നേതാവും പാർട്ടിയുടെ മുൻ സംസ്ഥാന കൗൺസിൽ അംഗവും മുൻ ജില്ലാ പഞ്ചായത്തിന്റെ പ്രസിഡന്റുമായിട്ടുള്ള അഡ്വക്കേറ്റ് R ഗോപാലകൃഷ്ണപിള്ള ഈ വേദിയിലുണ്ട്. സഖാവ് അഡ്വക്കേറ്റ് R ഗോപാലകൃഷ്ണപിള്ള ആദരപൂർവ്വം ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ ഈ സമ്മേളനം ആരംഭിക്കുമ്പോൾ തന്നെ ദീർഘകാലം ഈ കൊട്ടാരക്കര താലൂക്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ധീരമായ നേതൃത്വം നൽകിയ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നട്ടെല്ലായിരുന്ന പ്രഭാകരൻ ആശാന്റെ സ്മാരക ഹാളിന്റെ നിർമ്മാണ ഉദ്ഘാടനം കൂടി നിർവഹിച്ചാണ് നമ്മൾ മുന്നോട്ട് പോയത്. ഓഗസ്റ്റ് 4-ാം തീയതി ആശാന്റെ ചരമദിനത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഓഫീസിന്റെ മുകളിൽ വളരെ മനോഹരമായ ആശാന്റെ സ്മാരക ഹാളിന്റെ ഉദ്ഘാടനം പൂർണ്ണമായി പണി പൂർത്തീകരിച്ച് അതിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നതിന് കൂടി ആലോചിച്ചിട്ടുണ്ട്. അതിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച നിർമ്മാണ ഉദ്ഘാടനം നിർവഹിച്ചത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ദേശീയ കൗൺസിൽ അംഗവും കേരളത്തിന്റെ മൃഗസംരക്ഷണ ക്ഷീണ വികസന വകുപ്പ് മന്ത്രിയുമായ സഖാവ് J ചിഞ്ചറാണിയാണ്. ആ സഖാവ് യോഗത്തിൽ എത്തിച്ചേരും. സഖാവ് J ചിഞ്ചറാണിയുടെ ആദരപൂർവ്വം ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഈ സംഘടനാ സമ്മേളനത്തിന്റെ മണ്ഡലം സമ്മേളനത്തിന്റെ സംഘാടക സമിതിയുടെ ചെയർമാൻ സഖാവ് A സുലൈമാൻ ഈ വേദിയിലുണ്ട്. സഖാവിനെ നിങ്ങളുടെ ഏവരുടെയും പേരിൽ യോഗത്തിലേക്ക് വളരെ ഹൃദയപൂർവ്വമായ സ്വാഗതം രേഖപ്പെടുത്തുകയാണ്.
കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ അഡ്വക്കേറ്റ് MC വിനുകുമാർ, J. വിക്രമൻ, M. ബാബുരാജൻ, അനീഷ് വയ്യാനം, സഖാവ് ഹരിത ശാലിനി, സഖാവ് അസീസാദ്, J. വിക്രമൻ ഹരിത ശാലിനി അടക്കം ഇവിടെ ചേർന്നിട്ടുള്ള മുഴുവൻ മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗങ്ങളെയും ഹൃദയപൂർവ്വം യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഈ സമ്മേളനവുമായി ബന്ധപ്പെട്ട് ഇവിടെ ഈ സംഘാടനത്തിന് എല്ലാവരും നേതൃത്വം നൽകിയ നിലവിലെ ലോക്കൽ കമ്മിറ്റിയുടെ സെക്രട്ടറി സഖാവ് M. നസീർ, ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾ, ബ്രാഞ്ച് സെക്രട്ടറിമാർ, പ്രത്യേക കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി അംഗവും ഞങ്ങളുടെ പ്രിയങ്കരമായ സഖാവ് അൽജിഹാൻ തുടങ്ങി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മണ്ഡലം കമ്മിറ്റി അംഗവും സംഘാടക സമിതിയുടെ വൈസ് ചെയർമാനുമായിട്ടുള്ള സഖാവ് S. ജയപ്രകാശ്, പാർട്ടിയുടെ മണ്ഡലം കമ്മിറ്റി അംഗം സഖാവ് P. സജീവ് കുമാർ തുടങ്ങി എല്ലാവർക്കും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ ഈ സമ്മേളനവുമായി ബന്ധപ്പെട്ട് ഇവിടെ ഒരു മെഡിക്കൽ ക്യാമ്പ് കേരള മഹിളാ സംഘത്തിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കപ്പെട്ടു. അതിന് നേതൃത്വം നൽകിയ കേരള മഹിളാ സംഘത്തിന്റെ നേതാക്കളുടെയുണ്ട്. അവരെല്ലാവരും യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. AIYFന്റെ നേതൃത്വത്തിൽ ഒരു ക്രിക്കറ്റ് ടൂർണമെന്റ് സംഘടിപ്പിച്ചിട്ടുണ്ട്. ആ ക്രിക്കറ്റ് ടൂർണമെന്റ് വിജയികളായിട്ടുള്ള ട്രോഫിയുടെ നൽകുകയാണ്. അതിനുവേണ്ടി നേതൃത്വം AIYFനെ സഖാക്കളെ സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ ഈ സമ്മേളനത്തിൽ എല്ലാവിധമായ പിന്തുണയും നൽകുന്ന ദൃശ്യമാധ്യമ സുഹൃത്തുക്കൾ, നമുക്ക് സഹായം നൽകിയ വ്യാപാരി വ്യവസായികൾ, മൈക്ക് മറ്റ് സംവിധാനങ്ങൾ നൽകുന്നവർ, പോലീസ് ഉദ്യോഗസ്ഥർ, നമ്മുടെ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ 25ാം പാർട്ടി കോൺഗ്രസുമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഈ പഞ്ചായത്ത് നേരോട്ടം നടത്തിയ ഈ പാർട്ടിയെ ഈ മണ്ണിൽ ഉറപ്പിച്ചു നിർത്തുന്നതിന് ധീരമായി പോരാട്ടം നടത്തിയ 25 പാർട്ടി കുടുംബങ്ങളുടെ സഖാക്കൾ, അവരുടെ കുടുംബങ്ങളിൽ നിന്ന് അവരുടെ സ്മൃതി കുടീരത്തിൽ കൊണ്ടുവന്ന പതാകയുമായി ഈ വേദിയിലുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഈ പതാക, ഈ രക്തപതാക നെഞ്ചോട് ചേർത്ത് ഏറ്റുവാങ്ങുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന കൗൺസിൽ അംഗം ബർക്ലാൽ ലതാദേവിയാണ്. സഖാവ് അഡ്വക്കേറ്റ് സാംകെ ഡാനിയലും കൂടി ആ പതാക ഏറ്റുവാങ്ങും. നമ്മുടെ ജില്ലാ സെക്രട്ടറി എത്തിച്ചേരുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ധീരരായ നേതാക്കളായ സഖാവ് P. പ്രഭാകരൻ ആശാന്റെ കുടുംബാംഗങ്ങൾ, സഖാവ് P. N. ശിവരാജന്റെ കുടുംബാംഗങ്ങൾ, സഖാവ് മരങ്ങാട്ടിൽ ഭാസ്കർ നായരുടെ കുടുംബാംഗങ്ങൾ, സഖാവ് തടിക്കാടും ഷാഹുൽ അമീദിന്റെ കുടുംബാംഗങ്ങൾ, സഖാവ് മൂന്നൻപാറയിൽ അബ്ബാസ് സഖാവിന്റെ കുടുംബാംഗങ്ങൾ, സഖാവ് കുഞ്ഞനാശാന്റെ കുടുംബാംഗങ്ങൾ, സഖാവ് മുപ്പത്തുമണം മജീദ് സഖാവിന്റെ കുടുംബാംഗങ്ങൾ, സഖാവ് ജനാർദ്ദൻ സഖാവിന്റെ കുടുംബാംഗങ്ങൾ, സഖാവ് മണി പഴയരുമണം സഖാവ് മണിയുടെ കുടുംബാംഗങ്ങൾ, സഖാവ് ഗോപിയുടെ ഗോതന്നാശാന്റെയും ചോദന്നാശാന്റെ കുടുംബാംഗങ്ങൾ, സഖാവ് ശ്രീനിവാസൻ സഖാവ് ധീരനായ പോരാളിയായിരുന്ന സഖാവ് ശ്രീനിവാസന്റെ കുടുംബാംഗങ്ങൾ, സഖാവ് ഗോപാലകൃഷ്ണ കുറുപ്പ് സാർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഈ മണ്ഡലത്തിൽ തന്നെ പ്രമുഖ നേതാവായിരുന്ന കുറുപ്പ് സാറിന്റെ കുടുംബാംഗങ്ങൾ, ചെറുകുന്നക്കോട്ട് ഗോപാലൻ സഖാവിന്റെ കുടുംബാംഗങ്ങൾ, ബേക്കൽ രാമകൃഷ്ണൻ സഖാവിന്റെ കുടുംബാംഗങ്ങൾ, കൈതോട് തേക്കുവിള ശിവാരവിള സഖാവിന്റെ കുടുംബാംഗങ്ങൾ, വാഴോട് കടയിൽ ശംസുദ്ദീൻ സഖാവിന്റെ കുടുംബാംഗങ്ങളുണ്ട്, സഖാവ് കുണ്ടാകുടി വിശ്വംഭര സഖാവിന്റെ കുടുംബാംഗങ്ങളുണ്ട്, വളയിടത്തെ പൊന്നമ്മാൾ സഖാവിന്റെ കുടുംബാംഗങ്ങളുണ്ട്, രാഘവൻ സഖാവിന്റെ കുടുംബാംഗങ്ങളുണ്ട്, സഖാവ് P. T. ചാക്കോയുടെ കുടുംബാംഗങ്ങളുണ്ട്, പൂവത്തൂർ ഹനീഫ സഖാവിന്റെ കുടുംബാംഗങ്ങളുണ്ട്, രാമാനുജൻ സഖാവ് കാട്ടിയിട്ട് അവരുടെ കുടുംബാംഗങ്ങളുണ്ട്, ലക്ഷ്മണ സഖാവിന്റെ പറയരുകോട്ടെ തെക്കേ പറയരുകോട്ടെ കുടുംബാംഗങ്ങളുണ്ട്, സലാഹുദ്ദീൻ സാറിന്റെ കുരിയോട്ടെ കുടുംബാംഗങ്ങളുണ്ട്, കുരിയോട്ടെ സഖാവ് അബൂബക്കർ സഖാവിന്റെ കുടുംബാംഗങ്ങളുണ്ട്. അങ്ങനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ധീരമായ നേതൃത്വം ഈ മണ്ഡലത്തിലും ഈ പഞ്ചായത്തിൽ നൽകിയ നിരവധി കുടുംബങ്ങളുടെ അംഗങ്ങൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. എല്ലാവരെയും ആരുടെയും പേരെടുത്ത് പോയിട്ടുണ്ടെങ്കിൽ എല്ലാവരെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് വേണ്ടി ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. അഭിവാദ്യങ്ങൾ. സകല അധ്യക്ഷ പ്രസംഗമില്ല. ഈ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗവും കേരളത്തിന്റെ മുൻ കൃഷി വകുപ്പ് മന്ത്രിയും നമ്മുടെ പ്രിയങ്കരനായ മുൻ MLA-യുമായ സഖാവ് മുല്ലക്കര രത്നാകരനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. പ്രിയമുള്ളവരെ, ഈ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ സാർ ഹരീവി നായർ, ഇവിടെ വേദിയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന കൗൺസിൽ അംഗങ്ങളായ സാവാനദേവി, സാംകെ ഡാനിയലുണ്ട്. സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് നയിച്ച അഡ്വക്കേറ്റ് R. ഗോപാലകൃഷ്ണപിള്ളയെയും മുസ്തഫയുമുണ്ട്. നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ ഈ മണ്ഡലത്തിലെ മണ്ഡലം സെക്രട്ടേറിയറ്റിലെ അംഗങ്ങളുണ്ട്.
ഈ സ്വാഗത സംഘത്തിന്റെ ഭാരവാഹികളും പ്രവർത്തകരുമായിരുന്ന സഹാക്കളുണ്ട്, മണ്ഡലം കമ്മിറ്റിയിലുള്ള അംഗങ്ങളും ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാരുണ്ട്, ബഹുജന സംഘടനകളുടെ ഭാരവാഹികളും മണ്ഡലത്തിലെ ജനപ്രതിനിധികളുണ്ട്. ഇവിടെ ഹരി സൂചിപ്പിച്ചതുപോലെ, സജീവൻ സൂചിപ്പിച്ചതുപോലെ വളരെ സങ്കീർണമായ, എല്ലാം പരിമിതപ്പെടുത്തേണ്ട ഒരു സാമൂഹ്യ രാഷ്ട്രീയ സാഹചര്യം നമ്മുടെ രാജ്യത്ത് ഇന്ന് രാവിലെ വരെയുണ്ടായി. അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആർഭാടകരമായ കാര്യങ്ങളെല്ലാം സമ്മേളനത്തോടനുബന്ധിച്ചുള്ളത് മാറ്റിവെക്കാൻ നിർദ്ദേശിച്ചു. എന്നാൽ അതിന് ആശ്വാസകരമായ ഒരു തീരുമാനം രാജ്യത്തുണ്ടായിട്ടുണ്ട്. അത് കാരണം അനുബന്ധ പരിപാടികൾ ഇനിയുള്ള സമ്മേളനങ്ങളിൽ നടത്തുന്നതിന് തടസ്സമില്ല എന്ന് അറിയിപ്പോൾ നമ്മൾ പാർട്ടിയുടെ 25ാം പാർട്ടി കോൺഗ്രസിലേക്കാണ് സഞ്ചരിക്കുന്നത്. അത് ചണ്ഡീഗഡിലാണ്. സെപ്റ്റംബർ മാസം 21 മുതൽ 25 വരെയാണ്. ചണ്ഡീഗഡ് ഇന്ത്യയിലെ ആദ്യത്തെ പ്ലാന്റ് സിറ്റിയാണ്. അത് യൂറോപ്യൻ സങ്കല്പത്തിൽ വളർന്നു വന്ന സിറ്റിയുടെ സ്വഭാവമാണ്. നമുക്കൊരു വീടുള്ളപ്പം വീടിന് അടുക്കള എവിടെ, ഇരിപ്പിടം എവിടെ, കിടപ്പറ എവിടെ, ഇതൊക്കെ തീരുമാനിക്കും. അതുപോലെ തന്നെയാണ് സിറ്റികൾ ഉണ്ടാക്കേണ്ടതെന്നുള്ള ഒരു ആധുനിക സങ്കല്പമുണ്ട്. ഹോസ്പിറ്റൽ എവിടെയായിരിക്കണം, എയർപോർട്ട് എവിടെയായിരിക്കണം, റെയിൽവേ സ്റ്റേഷൻ എവിടെയായിരിക്കണം, ബസ് സ്റ്റാൻഡ് എവിടെയായിരിക്കണം, റെസിഡൻസ് ഏരിയ എവിടെയായിരിക്കണം, വ്യവസായ ഏരിയ എവിടെയായിരിക്കണം. അങ്ങനെ ഇന്ത്യയിൽ നിർമ്മിച്ച ഒരേ ഒരു സിറ്റി ഈ ചണ്ഡീഗഡ്. അവിടെ വെച്ചാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പാർട്ടി കോൺഗ്രസ് നടക്കുന്നത്. അത് സെപ്റ്റംബർ മാസം അവസാനത്തിലാണ്. സെപ്റ്റംബർ മാസം ആദ്യം ഓണം കഴിഞ്ഞ ഉടനെ ആലപ്പുഴ വെച്ചാണ് സെപ്റ്റംബർ 8 മുതൽ 12 വരെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനം നടക്കുന്നത്. പുന്നപ്ര വയനാടിന്റെ നാട്ടിലാണ്. അത് 40 വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു സംസ്ഥാന സമ്മേളനം ആലപ്പുഴ നടക്കുന്നത്. ജില്ലാ സമ്മേളനം നടക്കുന്ന കൊല്ലത്താണ്. അത് ജൂലൈ 31 മുതൽ ഓഗസ്റ്റ് 1, 2, 3 തീയതികളിലാണ്. മണ്ഡല സമ്മേളനം ഇന്നും നാളെയും മറ്റന്നാളുമായി നിലവിലാണ് നടക്കുന്നത്. ഇതിനു മുമ്പ് ഹരി പറഞ്ഞതുപോലെ ബ്രാഞ്ച് സമ്മേളനങ്ങളും ലോക്കൽ സമ്മേളനങ്ങളും പൂർത്തിയായിട്ടുണ്ട്. ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മെമ്പർമാർക്കെല്ലാം പങ്കെടുക്കാവുന്ന ഏക സമ്മേളനം ബ്രാഞ്ച് സമ്മേളനം. അത് ജനങ്ങളുമായി തൊട്ടു നിൽക്കുന്ന, ജനങ്ങളുടെ പ്രശ്നങ്ങൾ മാത്രം ഒരുപക്ഷെ മനസ്സിൽ പേറുന്ന, അവരുടെ സ്വന്തമായ ഒരു താല്പര്യങ്ങളും ഇല്ലാത്ത മനുഷ്യരുടെ സമ്മേളനമാണ് ഈ ബ്രാഞ്ച് സമ്മേളനം. ബാക്കിയെല്ലാം പ്രാതിനിധ്യ സ്വഭാവം. അതായത് മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ പങ്കെടുക്കും. അവിടെ ഇല്ലാതാകേണ്ടത് നമ്മളാണ്, ഉണ്ടാകേണ്ടത് മറ്റുള്ളവരാണ്. അതാണ് ഈ പ്രതിനിധി എന്ന വാക്കിന്റെ അർത്ഥം. നമ്മളെ ഇല്ലാതാക്കി മറ്റുള്ളവരുടെ വേദന മനസ്സിൽ പേറി രാജ്യത്തെ ജനങ്ങളെയും അവരുമായി ബന്ധപ്പെട്ട ലോകത്തിലെ സംഭവങ്ങളെയും മനസ്സിൽ കൂട്ടിയോജിപ്പിച്ച് ചർച്ച ചെയ്യുന്ന ലോകത്തിലെ ഒരേ ഒരു പാർട്ടി ലോകത്തിലുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടികളാണ്. അതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ പ്രത്യേകത. നിങ്ങളും നാളെ അത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യും. ഒരുപക്ഷെ വേദനയോടെ ചർച്ച ചെയ്യും. കാരണം ലോകം ഇന്ന് ഏറ്റവും പാവപ്പെട്ട മനുഷ്യരുടെ പ്രശ്നങ്ങളെ മറന്ന ഒരു ലോകമാണ്, മറികടന്ന ഒരു ലോകമാണ്. അപ്പൊ ലോകത്ത് ഏത് തെറ്റ് ചെയ്താലും ചോദിക്കാൻ ആളില്ലാത്ത ഒരു ലോകമാണ്. ഒരുപക്ഷെ ലോകത്തിലെ മഹാഭൂരിപക്ഷം മനുഷ്യരും കാവൽ നൽകപ്പെട്ട ഒരു ലോകമാണ്.
ആ ലോകത്തെ ജീവിക്കേണ്ടി വന്ന ദുര്യോഗം ഈ കാലത്ത് ജീവിക്കുന്നവർക്കുണ്ട്. അതുകൊണ്ടാണ് ലോകത്തിൽ എവിടെയും ബോംബ് വീണ, എവിടെയും മനുഷ്യൻ മരിക്കുക, വലിയ കുറ്റങ്ങൾ ചെയ്യുന്നവരെ ശിക്ഷിക്കാൻ പറ്റാത്ത ഒരു ലോകമാണ്. ചെറിയ കുറ്റങ്ങൾ ചെയ്യുന്നവരെ മാത്രം ശിക്ഷിക്കാൻ കഴിയുന്ന ഒരു ലോകമാണ്. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ നാട്ടിൻപുറത്തെ കുറ്റത്തിന്, നഗരത്തിലെ കുറ്റത്തിനൊക്കെ മാത്രമേ ശിക്ഷയുള്ളൂ. ഒരു ലോക കുറ്റത്തിന് വലിയ ശിക്ഷയില്ല. അതിന്റെ പ്രധാനപ്പെട്ട കാര്യമായി എല്ലാവരും ഇപ്പോൾ ഒരുപോലെ സമ്മതിക്കുന്ന കാര്യം, ഈ ലോകത്തെ ചില മൂല്യങ്ങളോടെ കാവൽ നിന്ന് രക്ഷിക്കാനുണ്ടായിരുന്ന ഒരു ശക്തിയായിരുന്നു സോവിയറ്റ് യൂണിയൻ. ലോകത്തിലെ സോഷ്യലിസ്റ്റ് ചേരി, അത് മുതലാളിത്തത്തിനെതിരായ ഒരു ചേരിയായിരുന്നു. അത് മതേതരത്വത്തിന്റെയും ജനാധിപത്യത്തിന്റെയും ഒരു കാവലാളായിരുന്നു. അത് പുതിയതായി സ്വാതന്ത്ര്യം നേടുന്ന രാജ്യങ്ങൾക്കൊരു പ്രചോദനമായിരുന്നു. അത് ലോകത്തിലെ കരയുന്ന മനുഷ്യന് വേണ്ടി പൊരുതുന്നവർക്ക് ഒരു ശക്തിയായിരുന്നു. അതില്ലാതെ ഇവിടെ നിങ്ങൾ ഒരുപാട് കുടുംബാംഗങ്ങളുടെ പേരെല്ലാം ഇവിടെ വായിച്ചു. ആ പേരെല്ലാം നിങ്ങൾക്ക് അറിയാവുന്നവരാണ്. പൊതുപ്രവർത്തനത്തിന്റെ മാതൃക സ്വന്തം ജീവിതത്തിൽ മറ്റേത് പ്രവർത്തനവും കുടുംബത്തിന് വേണ്ടിയുള്ള അധ്വാനവും നടക്കുമ്പോഴും അവരുടെ മനസ്സിൽ പൊതുബോധത്തിൽ അധിഷ്ഠിതമായ വളരെ ലളിതമായ മനുഷ്യരോട് സംവദിക്കാവുന്ന ഒരു സമീപനമുണ്ടായി. അതുള്ളവരെയാണ് പൊതുപ്രവർത്തകർ എന്ന് പറയുന്നത്. പ്രഭാകരനാശാനാണെങ്കിലും മറ്റിവിടെ പേര് വായിച്ചവരല്ല. അതിൻ്റെ നിലവേലുകാരായ എല്ലാ രാഷ്ട്രീയക്കാർക്കും എല്ലാ മനുഷ്യർക്കും അറിയാവുന്ന, അവരെല്ലാം ആദരവോടെ കാണുന്ന പേരുകളായി. അപ്പൊ അങ്ങനെയുള്ളവർ നിറഞ്ഞു നിൽക്കുകയും ലോകത്തിന്റെ വിവരങ്ങൾ കൈമാറുകയും ചെയ്ത മനുഷ്യൻ അക്ഷരം അറിയാമെങ്കിലും അറിഞ്ഞൂടെങ്കിലും അതൊക്കെ സ്വീകരിക്കുകയും അതിന്റെ ഭാഗമാവുകയും ചെയ്ത ഒരു കാലം നമുക്കുണ്ടായി. ആ കാലം സോവിയറ്റ് യൂണിയന്റെ തിരോധാനത്തോടെ അസ്തമിച്ചു. ഇന്നിപ്പോ ട്രംപ് ലോകത്തിന്റെ നായകനാവാൻ നോക്കുന്നു. മോഡി ഇന്ത്യയുടെ നായകനാവാൻ നോക്കുന്നു. മറ്റു പല മുതലാളിത്ത രാജ്യങ്ങളിലും വളഞ്ഞ വഴിയിലുള്ള വലതുപക്ഷം അധികാരത്തിലെത്തുന്നു. ഇതൊക്കെ എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? എങ്ങനെയാണ് നല്ലതെല്ലാം തോൽക്കുന്നത്, അല്ലെങ്കിൽ നാടിന് വേണ്ടതെല്ലാം നശിക്കുന്നത്? വർഗീയതയും വലതുപക്ഷവും എന്തുകൊണ്ടാണ് ജയിക്കുന്നത്? തീർച്ചയായിട്ടും അത് നെഞ്ചുകൊണ്ട് ആലോചിക്കാൻ ബാധ്യതപ്പെട്ട ഒരു പ്രസ്ഥാനമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും അങ്ങനെയാണ്. അപ്പൊ അങ്ങനെ ആലോചിച്ചാൽ ആ ആലോചിക്കേണ്ട സമൂഹത്തിലെ നന്മയുള്ള മനുഷ്യരില്ല അത്തരം ആലോചനയിൽ പങ്കുചേർന്നാൽ ജനാധിപത്യത്തിൽ ഉത്തരം കിട്ടാത്തതൊന്നുമില്ല, അല്ലെങ്കിൽ അസാധ്യമായൊന്നുമില്ല. ജനാധിപത്യത്തിന്റെ ഒരു പ്രത്യേകത എല്ലാത്തിനും ഉത്തരവുണ്ട് എന്നതാണ്, എല്ലാത്തിനും സാധ്യതയുണ്ട് എന്നതാണ്. പക്ഷെ ആ സാധ്യതയ്ക്ക് വേണ്ട ഒരു കൂട്ടായ്മയുണ്ട്. അതുണ്ടെങ്കിലേ അസാധ്യമെന്ന് തോന്നുന്നത് സാധ്യമായി തീരും. കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറഞ്ഞിട്ട് 100 വർഷം. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ 25ാം പാർട്ടി കോൺഗ്രസ് ആണ് നടക്കുന്നത്. 100 വർഷം എത്തിയ ഒരു മനുഷ്യൻ മരിക്കേണ്ട പ്രായത്തിലോ അല്ലെങ്കിൽ മരിച്ചു കഴിഞ്ഞോ അല്ലെങ്കിൽ മരിച്ചില്ലെങ്കിൽ കിടപ്പിലാകുന്ന തരത്തിലോ ഉള്ളയാളായി. പക്ഷെ ഒരു പ്രസ്ഥാനത്തിന് 100 വയസ്സെത്തുമ്പോൾ ആ പ്രസ്ഥാനത്തിന് യൗവനം വയ്ക്കണം, അതിൻ്റെ ആരോഗ്യം സമ്പൂർണമാവണം. അത് രോഗാവസ്ഥയിൽ നിന്നും ബാല്യാവസ്ഥയിൽ നിന്നും കടന്നു കയറി യൗവനാവസ്ഥ, നിത്യ യൗവനാവസ്ഥ സ്വീകരിക്കണം. പക്ഷെ എന്തുകൊണ്ട് അങ്ങനെ ഒരു യൗവനാവസ്ഥ ഇവിടുത്തെ ഇടതുപക്ഷങ്ങൾക്ക് മാത്രമല്ല, ലോകത്ത് കിട്ടുന്നില്ല? അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്കും പല പല തർക്കങ്ങളിലൂടെ പല പല പിളർപ്പിനെ നേരിടേണ്ടി വരും. ജനാധിപത്യ പ്രസ്ഥാനങ്ങൾക്കും അത് നേരിടേണ്ടി വരും.
സത്യത്തിൽ അത്തരം പിളർപ്പുകളെ അതിജീവിക്കാൻ കഴിയുന്ന ഒരു വലതുപക്ഷ സ്വഭാവം വർഗീയത കൈവരിച്ചു. അതെല്ലാ വർഗീയതയും കൈവരിച്ചു. അത് പാകിസ്ഥാനിലെ വർഗീയതയും, ഇന്ത്യയിലെ വർഗീയതയും, അമേരിക്കയിലെ വർഗീയതയും, ജർമ്മനിയിലെ വർഗീയതയും, ജപ്പാനിലെ വർഗീയതയും എല്ലാം കൈവരിച്ചു. ഇതെന്തുകൊണ്ടാണെന്ന് ലോകത്തിലെ ഗവേഷകർ ചിന്തിക്കുന്നുണ്ട്, അർത്ഥവത്തായി ചിന്തിക്കുന്നുണ്ട്. ആ അർത്ഥവത്തായി ചിന്തിക്കുന്നതിനെല്ലാം ഒരു പൊതുയോഗത്തിൽ നിങ്ങളോട് പറയാനല്ല ഞാനിവിടെ നിൽക്കുന്നത്. എന്നാൽ ഈ 100 വർഷം എത്തിയ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ത്യയിലെ മനുഷ്യരെ സംഭാവന ചെയ്ത ത്യാഗത്തിന്റെ ഓർമ്മകളുണ്ട്. പോരാട്ടത്തിന്റെയും രക്തസാക്ഷിത്വത്തിന്റെയും പ്രാണൻ കൊടുത്തതിന്റെയും ഒരു മനുഷ്യന് കേട്ടാൽ രോമാഞ്ചമുണ്ടാകുന്ന സംഭവങ്ങളുണ്ട്. പക്ഷെ എന്നിട്ടും നമ്മൾ താഴോട്ട് പോയി. നമ്മൾ ജനിച്ച ആണ്ടിൽ ജനിച്ച മറ്റൊരു സംഘടനയുണ്ട്, അത് RSS ആണ്. കൃത്യമായി പറഞ്ഞാൽ RSS നാഗ്പൂർ മധ്യേന്ത്യയുടെ തലസ്ഥാനമാണ്. നാഗ്പൂരിൽ ജനിച്ചു വീണതിന്റെ 88ാം ദിവസമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കാൺപൂരിൽ ജനിക്കുന്നത്. രണ്ടുപേരെയും പ്രസവിച്ചത് ഒരു അമ്മയാണ്. അത് കോൺഗ്രസ് എന്ന അമ്മയാണ്. രണ്ടുപേരുടെ ആശയങ്ങളുമായി കിടന്നത് കോൺഗ്രസിന്റെ വയറ്റിലാണ്. അത് ചരിത്രത്തിൽ അങ്ങനെയാണ് സംഭവിക്കുന്നത്. പ്രധാന ശത്രുക്കൾ സഹോദരന്മാരായിരുന്നു. അത് ഇന്ത്യയിലും പാകിസ്ഥാനിലും തമ്മിലടിക്കുന്നവരും സഹോദരന്മാരാണ്. കുരുക്ഷേത്ര യുദ്ധത്തിൽ പാണ്ഡവരും കൗരവരും. വ്യാസൻ പണ്ടേ പറഞ്ഞു അവരും സഹോദരന്മാരാണ്. ലോകത്തിലെവിടെ സംഘർഷമുണ്ടോ ആ സംഘർഷത്തിൽപ്പെട്ടവരിൽ മഹാഭൂരിപക്ഷവും സഹോദരന്മാരായി. അപ്പൊ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ത്യയിൽ ജനിക്കാനുള്ള സാഹചര്യം ഒരുങ്ങിയത്, RSS ഇന്ത്യയിൽ ജനിക്കാനുള്ള സാഹചര്യം ഒരുങ്ങിയത് ഒരു സാഹചര്യത്തിന്റെ പ്രത്യേകത ഉണ്ടായി. ആ സാഹചര്യം ഒരുക്കിയതിൽ മുഖ്യ പങ്ക് വഹിച്ചത് മഹാത്മാഗാന്ധിയാണ്. ഈ കോൺഗ്രസ് എന്ന പ്രസ്ഥാനമാണ്, ചരിത്രം പഠിക്കുന്നവർക്കറിയാം, 1855 ഇന്ത്യ ഉണ്ടാവുന്നത്. അത് ആദ്യത്തെ ഇന്ത്യയിലെ സംഘടിത രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. അത് കഴിഞ്ഞുണ്ടാവുന്നത് വലതുപക്ഷ സ്വഭാവമുള്ള ഹിന്ദു മഹാസഭയാണ്. അത് 2014 ഈ രണ്ട് പ്രസ്ഥാനം ഉണ്ടെങ്കിലും ആ പ്രസ്ഥാനങ്ങളെല്ലാം വലിയവരുടെ വീട്ടിലെ കിടപ്പുമുറിയിൽ മാത്രം ഉറങ്ങിയവരായി. അതിലൊരു കുറവ് വന്നപ്പോഴാണ് ദക്ഷിണാഫ്രിക്കയിൽ പോയി ഏറ്റവും പാവപ്പെട്ട മനുഷ്യർക്ക് വേണ്ടി, അവരുടെ അന്തസ്സിന് വേണ്ടി, സ്വാതന്ത്ര്യത്തിന് വേണ്ടി പൊരുതിയ മഹാത്മാഗാന്ധി, അദ്ദേഹം രാഷ്ട്രീയ ഗുരുവായി കണ്ട ഗോപാലകൃഷ്ണ ഗോഖലെ ഇന്ത്യയിലേക്ക് ക്ഷണിക്കുന്നത്. അങ്ങനെയാണ് മഹാത്മാഗാന്ധി ഇന്ത്യയിലെത്തുന്നത്. അപ്പൊ ഇന്ത്യയിലെത്തിയപ്പോൾ ഗോപാലകൃഷ്ണ ഗോഖലെയാണ് മഹാത്മാഗാന്ധിയോട് പറഞ്ഞത്, നിങ്ങൾ കോൺഗ്രസിന്റെ നേതൃത്വം ഏറ്റെടുക്കണം. അപ്പൊ മഹാത്മാഗാന്ധി നോക്കിയപ്പോൾ കോൺഗ്രസ് എന്ന് പറയുന്നത് ഒരു നിവേദക പ്രസ്ഥാനമാണ്. ബ്രിട്ടനിൽ പോയി പഠിച്ച് ഇംഗ്ലീഷ് അറിയാവുന്നവർ, ഇന്ത്യയിലെ രാജാക്കന്മാരുടെ ആതിഥ്യം സ്വീകരിക്കുന്നവർ, പ്രഭുക്കന്മാരുടെ വീട്ടിൽ ഉറങ്ങുന്നവർ, മതമേലധ്യക്ഷന്മാരെയും മത നേതാക്കന്മാരെയും കാണുന്നവർ, ബ്രിട്ടീഷുകാരോട് സൗഹൃദം പുലർത്തുന്നവർ, മൊത്തത്തിൽ പറഞ്ഞാൽ ഇന്ത്യയിലെ കൊട്ടാരം പോലുള്ള വീടുകളുടെ 3ാം നിലയിൽ മധുരമുള്ള ചായയും നല്ല സ്നാക്സും കഴിച്ച് ചിരിച്ച് പിരിയുന്ന വലിയവരുടെ ഒരു ചെറിയ സംഘടനയായിരുന്നു കോൺഗ്രസ്. മഹാത്മാഗാന്ധിക്ക് ഒരു തെറ്റിദ്ധാരണയും ഉണ്ടായിരുന്നില്ല. മഹാത്മാഗാന്ധി ധരിച്ചു എവർക്ക് സ്വാതന്ത്ര്യമുണ്ട്, എവർക്ക് പ്രത്യേക സ്വാതന്ത്ര്യം വേണ്ട, എവർക്ക് ഈ നാട്ടിൽ സ്വാതന്ത്ര്യം ബ്രിട്ടീഷുകാരും കൊടുത്തിട്ടുണ്ട്. അപ്പൊ സ്വാതന്ത്ര്യം വേണ്ടത് ഇന്ത്യൻ ജനതയ്ക്കാണ്. കർഷകനും കർഷക തൊഴിലാളിക്കും സാധാരണ മനുഷ്യനുമാണ് സ്വാതന്ത്ര്യം വേണ്ടത്. അതുകൊണ്ട് ഗാന്ധി ആദ്യം തീരുമാനിച്ചു ആ ജനതയെ കാണണം, അവരിലേക്ക് ഇറങ്ങണം. അങ്ങനെയാണ് മഹാത്മാഗാന്ധി
ട്രെയിനിന്റെ 3-ാം ക്ലാസ് കമ്പാർട്ട്മെന്റിൽ സഞ്ചരിക്കാൻ തീരുമാനിച്ചത്. കാരണം അവിടെ സാധാരണക്കാരനുണ്ട്. ഗ്രാമങ്ങളിലേക്ക് ഇറങ്ങാൻ തീരുമാനിച്ചത്. ഇറങ്ങിച്ചെല്ലുമ്പോൾ അവൻ ഭയപ്പെടാതിരിക്കാൻ അവന്റെ വേഷം സ്വീകരിച്ചത്. ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം മനുഷ്യന് കാലിൽ ചെരുപ്പില്ലാത്തതുകൊണ്ട് ഗാന്ധിയും ചെരുപ്പ് ഉപേക്ഷിച്ചു. അദ്ദേഹം ഒരു സാധാരണ മനുഷ്യനായി സാധാരണക്കാർക്കിടയിലേക്ക് ഇറങ്ങി. ആ മഹാത്മാ ഗാന്ധിയാണ് വളർന്ന് അന്ന് അദ്ദേഹം മഹാത്മാവൊന്നുമല്ല, അദ്ദേഹം മോഹൻദാസ് കരംചന്ദ് ഗാന്ധിയാണ്. അദ്ദേഹത്തെക്കാൾ പ്രായമുള്ള ഈ രാജ്യത്ത് സാഹിത്യത്തിൽ ഒരു നോബൽ പ്രൈസ് കൊണ്ടുവന്ന രവീന്ദ്രനാഥ ടാഗോറാണ്. അദ്ദേഹമാണ് മഹാൻ എന്ന് വിളിച്ചത്, മഹാത്മജി എന്ന് വിളിച്ചത്. അത് അർത്ഥവത്തായിരുന്നു. ആ മഹാത്മാഗാന്ധി കർഷകരെയും കർഷക തൊഴിലാളിയെയും മതന്യൂനപക്ഷങ്ങളെയും സർവ്വസാധാരണ മനുഷ്യരെയും കോൺഗ്രസിലേക്ക് ചേർത്ത് അവർക്കുള്ളതാണ്, അവർക്ക് കിട്ടേണ്ടതാണ് സ്വാതന്ത്ര്യം എന്ന് തിരിച്ചറിഞ്ഞ് അവരുടെ പാർട്ടിയാക്കി കോൺഗ്രസിനെ മാറ്റാൻ തീരുമാനിച്ചു. ഈ സാധാരണ മനുഷ്യൻ കോൺഗ്രസിലേക്ക് വന്നാൽ, ഏത് പാർട്ടിയിലേക്ക് വന്നാലും സംവാദം ഉണ്ടാവും. സാധാരണ മനുഷ്യരില്ലെങ്കിൽ തർക്കങ്ങളുണ്ടാവും. തർക്കങ്ങളും സംവാദങ്ങളും രണ്ടാണ്. തർക്കമുണ്ടായാൽ അരാജകത്വത്തിലേക്ക് പോകും, സംവാദമുണ്ടായാൽ ജനാധിപത്യത്തിലേക്ക് പോകും. പാകിസ്ഥാനിൽ ഉണ്ടായിരിക്കുന്നത് അരാജകത്വമാണ്. കാരണം അവിടെ ജനാധിപത്യം ഇല്ല. ഇന്ത്യയിൽ ജനാധിപത്യം കുറഞ്ഞു വരുന്നുണ്ട്, എന്നാലും ജനാധിപത്യം ബാക്കിയുണ്ട്. ഇതാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള വ്യത്യാസം. ജനാധിപത്യം ഇല്ലെങ്കിൽ ഭീകരവാദം ഉണ്ടാവും, ജനാധിപത്യം ഉണ്ടെങ്കിൽ ഭീകരവാദത്തിന്റെ സാധ്യത കുറവാണ്. അപ്പൊ ലോകത്ത് ഒരുപാട് പാഠങ്ങളുണ്ട്. മഹാത്മാഗാന്ധി കോൺഗ്രസിനെ ജനാധിപത്യമുള്ള സംവാദമുള്ള ഒരു പ്രസ്ഥാനമാക്കി മാറ്റാൻ തീരുമാനിച്ചു. ആ തീരുമാനിച്ച് മുന്നോട്ട് പോകുമ്പം തൊഴിലാളിയും കർഷകരും ഒക്കെ വന്നപ്പോൾ സ്വാഭാവികമായി ആ പാർട്ടിക്കകത്ത് വലതുപക്ഷവും ഉണ്ടായി, ഇടതുപക്ഷവും ഉണ്ടായി. കോൺഗ്രസിൽ ഇന്നുമുണ്ട് വലതുപക്ഷവും ഇടതുപക്ഷവും മതപക്ഷവും വർഗീയപക്ഷവും എല്ലാം ഇന്നുമുണ്ട്. അപ്പൊ ഇത് മഹാത്മാഗാന്ധിയുടെ കാലത്ത് ഉണ്ടായ കാലത്താണ് മഹാത്മാഗാന്ധി നാഗ്പൂർ കോൺഗ്രസ് നടത്തുന്നത്. അത് 1920-21 ആ നാഗ്പൂർ കോൺഗ്രസ് നടക്കുമ്പോൾ അതിന്റെ സ്വാഗത സംഘം ഉപാധ്യക്ഷനായിരുന്നയാളാണ് പിന്നെ RSS രൂപീകരിച്ച ഹെഡ്ഗവാർ. ഹെഡ്ഗവാർ ഒരു ചിത്പവൻ കോൺഗ്രസ്സുകാരനാണ്. ചിത്പവൻ എന്ന് പറയുന്നത് മഹാരാഷ്ട്രയിലെ ബ്രാഹ്മിൻസിന്റെ പേരാണ്. ഈ കേരളത്തിൽ തന്നെ ബ്രാഹ്മിൻസിൽ പോറ്റിയുണ്ട്, നമ്പൂരിയുണ്ട്, പലരുണ്ട്. എന്നാൽ ഇന്ത്യയിൽ മഹാരാഷ്ട്രയിലുള്ള ബ്രാഹ്മിൺ വിഭാഗത്തിന്റെ പേര് ചിത്പവൻ ബ്രാഹ്മിൻസ് എന്നാണ്. അവർ ധരിക്കുന്നത് അവരാണ് ബ്രാഹ്മണരിൽ പവൻ മാറ്റ് ബ്രാഹ്മണർ എന്നാണ്. പൂനെയിലും നാഗ്പൂരിലും ബോംബെയിലുമുള്ള ബ്രാഹ്മിൻസ് ഈ വിഭാഗത്തിൽപ്പെട്ടയാളാണ്. ആ വിഭാഗത്തിൽപ്പെട്ട ഒരു ജന്മി കുടുംബത്തിൽ ജനിച്ച ഒരുപാട് സമ്പത്തുള്ള ഡോക്ടറായി പഠിച്ച് വിജയം നേടിയ ഒരാളാണ് ഡോക്ടർ ഹെഡ്ഗവാർ. അപ്പൊ ഹെഡ്ഗവാർ ഈ 21 കോൺഗ്രസിന്റെ സമ്മേളനം നടക്കുമ്പോൾ ആ സമ്മേളനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അദ്ദേഹത്തിന്റെ ഒരു ആഗ്രഹം ഒരു മുദ്രാവാക്യമായി കൊടുത്തു. ആ മുദ്രാവാക്യമാണ് ഇന്നും കോൺഗ്രസും BJPയും പ്രാണനെ പോലെ കൊണ്ടു നടക്കുന്നത്. ആ മുദ്രാവാക്യമാണ് ഹിന്ദു ഉണർന്നാൽ ഇന്ത്യ ഉണർന്നു എന്നത്. ആ മുദ്രാവാക്യം കയ്യിൽ കിട്ടിയപ്പോഴേ മഹാത്മാഗാന്ധി കയറിക്കളഞ്ഞു. ഇപ്പൊ കോൺഗ്രസിന് ഒരാൾ കയറിക്കളഞ്ഞാൽ എല്ലാവർക്കും കയറിക്കളയല്ല. അന്ന് മോഹൻദാസ് കരംചന്ദ് ഗാന്ധി കയറിക്കളഞ്ഞാൽ എല്ലാവരും കയറിക്കളയും. അപ്പൊ ആ മുദ്രാവാക്യം കയറിക്കളഞ്ഞപ്പോൾ ഈ ഡോക്ടർ ഹെഡ്ഗവാറിന്റെ മനസ്സിന് നോവുണ്ടായി. അദ്ദേഹം ഒരു കാര്യം തീരുമാനിച്ചു, ഈ മോഹൻദാസ് കരംചന്ദ് ഗാന്ധി ഉള്ളിടത്തോളം കോൺഗ്രസ് സവർണറുടെ മാത്രം പ്രസ്ഥാനമായി നിൽക്കുകയല്ല. അതുകൊണ്ട് അതിനെ കൈപ്പിടിയിൽ ഒതുക്കണമെങ്കിൽ ഒന്നുകിൽ ഗാന്ധിയെ പുറത്താക്കണം, അല്ലെങ്കിൽ പുറത്തുപോയി വേറൊന്നുണ്ടാക്കണം. ഗാന്ധിയെ പുറത്താക്കാൻ അസാധ്യമാണ്. അപ്പൊ പിന്നെ സാധ്യമായത് ഒന്നേ ഉള്ളൂ, പുറത്തുപോയി ഒരു വലതുപക്ഷ
സ്വഭാവമുള്ള, വർഗീയ സ്വഭാവമുള്ള ഒരു സംഘടന ഉണ്ടാകണം. അതിൽ അദ്ദേഹത്തിന് വലിയ പണ്ഡിതനായ, പുരാണത്തിലും ഇതിഹാസത്തിലും വേദത്തിലുമൊക്കെ വലിയ ജ്ഞാനമുള്ള ഒരാളിന്റെ സഹായം കിട്ടി. അയാളുടെ പേരാണ് ഡോക്ടർ മുൻജെ. അദ്ദേഹം ഹിറ്റ്ലറെ കണ്ട ആളാണ്, മുസോളിനിയെ കണ്ട ആളാണ്, ഫാസിസവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടത്തിയ ആളാണ്. അദ്ദേഹമാണ് ഈ സംഘടന ഉണ്ടാക്കുന്നതിന് ഒരു താത്വികമായ അടിത്തറ നൽകിയത്. അങ്ങനെയാണ് 1925 സെപ്റ്റംബർ മാസം 28 RSS ഉണ്ടായി. ഈ സെപ്റ്റംബർ 28 പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ആ വർഷം സെപ്റ്റംബർ 28 ഇന്ത്യയിലെ വിജയദശമി ദിവസമായിരുന്നു. വിജയദശമി എന്ന് പറയുന്നത് ഹിന്ദുക്കളുടെ പല മിത്തുകൾ ഹിന്ദു വിശ്വാസത്തിന്റെ ഉള്ളിൽ നിക്ഷേപിക്കപ്പെട്ട ദിവസമാണ്. അതിലേറ്റവും പ്രമുഖമായ മിത്ത് രാവണനെ രാമൻ കൊന്നു വിജയം ആഘോഷിച്ചു എന്നതാണ്. അതാണ് വിജയദശമി. ആ ദിവസം രാമനെ മുൻനിർത്തിയാണ് അവർ ജനിച്ചത്. അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞതുപോലെ 88-ാം ദിവസം വലതുപക്ഷം പുറത്തുപോയി RSS ഉണ്ടാക്കിയപ്പോൾ കോൺഗ്രസിലെ ഇടതുപക്ഷം പുറത്തു പോകാൻ തീരുമാനിച്ചു. അതെങ്ങനെയാണ്? ടു എവറി ആക്ഷൻ ദെയർ ഈസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. ഇത് രണ്ടും കോൺഗ്രസിനകത്താണ് ഉണ്ടാകുന്നത്. അപ്പൊ കോൺഗ്രസിനകത്ത് നിന്ന വലതുപക്ഷം, വർഗീയപക്ഷം പുറത്തുപോയി RSS ആയി. മൊത്തം വലതുപക്ഷം പോയില്ല, മുതലാളിത്ത പക്ഷം അപ്പോഴും കോൺഗ്രസിനകത്ത് തന്നെ. കോൺഗ്രസിലെ ഇടതുപക്ഷത്തിലൊരു പങ്ക്, അത് മൊത്തം ഇടതുപക്ഷമൊന്നും പോയില്ല, ഇടതുപക്ഷത്തിലൊരു പങ്ക് തൊഴിലാളിക്കും കർഷകനും വേണ്ടി വാദിച്ചവർ, സാധാരണക്കാരന്റെ വേദന പരിഹരിക്കാൻ മോഹിച്ചവർ, അവർ പുറത്തുപോയി കാൺപൂരിൽ കൂടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിച്ചത്. വലതുപക്ഷത്തിന്റെ മുതലാളിത്ത ഭാഗം അപ്പോഴും കോൺഗ്രസിനകത്തുണ്ടായിരുന്നു, ഇടതുപക്ഷത്തിന്റെ സോഷ്യലിസ്റ്റ് ഭാഗം അപ്പോഴും കോൺഗ്രസിലുണ്ടായിരുന്നു. മൊത്തത്തിൽ പറഞ്ഞാൽ കോൺഗ്രസിനകത്ത് എല്ലാ കാലത്തും വലതുപക്ഷവുമുണ്ട്, ഇടതുപക്ഷവുമുണ്ട്, മതപക്ഷവുമുണ്ട്, മതേതരപക്ഷവുമുണ്ട്, ജാതിപക്ഷവുമുണ്ട്, സോഷ്യലിസ്റ്റ് പക്ഷവുമുണ്ട്, എല്ലാ പക്ഷവുമുണ്ട്. കോൺഗ്രസ് ഒരു മിശ്രിതമാണ്. അതുകൊണ്ടാണ് കോൺഗ്രസിനോടുള്ള സമീപനം സ്വീകരിക്കുമ്പോൾ എല്ലാ കാലത്തും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എന്ന് മാത്രമല്ല ഇന്ത്യയിലെ എല്ലാ പാർട്ടികൾക്കും ഒരു കൺഫ്യൂഷൻ ഉണ്ട്. അത് മധുരയിൽ കൂടിയപ്പോൾ CPM-നുണ്ട്, കഴിഞ്ഞതിന് പിന്നെ വിജയവാഡിയിൽ കൂടിയപ്പോൾ CPI-ക്കുണ്ട്, ഇപ്പൊ ചണ്ഡീഗഡിൽ കൂടുമ്പോഴും അതുണ്ടാവും. കാരണം ഈ മഹാത്മാഗാന്ധി കാണിച്ചു തന്ന ഒരു വഴിയുണ്ട്. മഹാത്മാഗാന്ധി RSS ഉണ്ടായപ്പോൾ RSS-നെ നേരിട്ട് എതിർക്കാനൊന്നും പോയില്ല. RSS മുന്നോട്ട് വെച്ചത് രാമനെയാണ്, മഹാത്മാഗാന്ധിയും മുന്നോട്ട് വെച്ചത് രാമനാണ്. രണ്ടും വ്യത്യസ്ത രാമന്മാരാണ്. BJP മുന്നോട്ട് വെച്ച, അല്ലെങ്കിൽ RSS മുന്നോട്ട് വെച്ച രാമൻ വർഗീയതയ്ക്ക് കൂട്ടു നിൽക്കുന്ന രാമനാണ്. ഗാന്ധി മുന്നോട്ട് വെച്ച രാമൻ അഹിംസയ്ക്കും യുദ്ധമില്ലാത്തതിനും മനുഷ്യസ്നേഹിയുമായ രാമനാണ്. മഹാത്മാഗാന്ധിയുടെ ആശയങ്ങൾ നിങ്ങൾ പരിശോധിച്ചാൽ കൃത്യമായി മനസ്സിലാവും, അത് രാമന്റെ ആശയങ്ങളല്ല. മഹാത്മാഗാന്ധിയുടെ ആശയങ്ങളെല്ലാം ബുദ്ധന്റെ ആശയങ്ങളാണ്. അഹിംസ ബുദ്ധൻ തന്നതാണ്, ദണ്ഡി മാർച്ച് പോലുള്ള സമരം ബുദ്ധൻ തന്നതാണ്, ലളിത ജീവിതം ബുദ്ധൻ തന്നതാണ്, ഭിക്ഷ ചോദിക്കുന്നത് പോലെ മനുഷ്യനിൽ നിന്ന് തേടുക, അവനെ കൂടെ കൂട്ടുക ബുദ്ധൻ തന്നതാണ്. പക്ഷെ മഹാത്മാഗാന്ധി ഞാൻ ബുദ്ധനെയാണ് മുന്നോട്ട് വയ്ക്കുന്നതെന്ന് പറഞ്ഞിരുന്നെങ്കിൽ അദ്ദേഹം കുഴഞ്ഞുപോയിരുന്നു. അതായത് മഹാത്മാഗാന്ധിക്ക് അറിയാമായിരുന്നു ഒരു നാട്ടിലെ ജനതയുടെ വളർച്ചയ്ക്കൊപ്പമാണ് അവരെ നയിക്കണമെങ്കിൽ കൂടെ നിൽക്കേണ്ടത്. അല്ലാതെ താൻ പറയുന്നതെല്ലാം നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണമെന്ന് പറഞ്ഞാൽ ജനതയ്ക്ക് വളർച്ചയില്ലെങ്കിൽ അത് മനസ്സിലാകില്ല. ഇന്ത്യൻ ജനതയുടെ മനസ്സിലുള്ളത് ബുദ്ധനല്ല രാമനാണെന്ന്, പ്രത്യേകിച്ച് വടക്കേ ഇന്ത്യയിൽ രാമനേ ഉള്ളൂ എന്ന് ഗാന്ധിക്ക് അറിയാൻ പറ്റും. ഗാന്ധി അതുകൊണ്ട് RSS-നെ തടയാൻ അവർ മുന്നോട്ട് വെച്ച രാമന് പകരം ഗാന്ധിയുടെ രാമനെ മുന്നോട്ട് വെച്ചു. അത് വിജയിച്ചു. ഗാന്ധി മരിക്കുവോളം ഇന്ത്യയിൽ RSS-ന് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അതാണ് ഗാന്ധിയുടെ രാഷ്ട്രീയം. അത് ജനങ്ങളുടെ രാഷ്ട്രീയമാണ്, ജനതയുടെ രാഷ്ട്രീയമാണ്.
ആരെ എങ്ങനെ തടയണമെന്ന് ഇന്ത്യയിൽ കൃത്യതയോടെ മനസ്സിലാക്കിയ, ഒരുപക്ഷെ സമഗ്രമായി ഇന്ത്യയെ മനസ്സിലാക്കിയ ഒരേ ഒരു രാഷ്ട്രീയക്കാരൻ മഹാത്മാഗാന്ധിയാണ്. മഹാത്മാഗാന്ധി മരിച്ചതിന് ശേഷം ഉണ്ടായ സാഹചര്യങ്ങളിലാണ് RSSും BJPയും വളർന്നത്. പ്രത്യേകിച്ച് നെഹ്റുവും കൂടെ മരിച്ചതിന് ശേഷമുള്ള സാഹചര്യത്തിലാണ് അവർക്ക് ചിറക് വെച്ചത്, അവർ പറന്നത്, അവർ നടന്നത്. അപ്പൊ അവരെ എങ്ങനെ തടയും? നരേന്ദ്രമോദിയെ തോൽപ്പിക്കണമെങ്കിൽ, BJPയെ തോൽപ്പിക്കണമെങ്കിൽ ഒരു വഴിയേ ഉള്ളൂ. അത് കഴിയുന്നത് ഒരു പാർട്ടിക്കല്ല, ഒരു ജനതയ്ക്കല്ല. ഇന്ത്യൻ ജനതയ്ക്ക് അത് കഴിയും. മഹാത്മാഗാന്ധിയും ആഗ്രഹിച്ചത് ബ്രിട്ടീഷുകാരെ തോൽപ്പിക്കാൻ ഇവിടുത്തെ രാജാവിന് പറ്റുകയല്ല, പ്രഭുവിന് പറ്റുകയല്ല, കോട്ടും സൂട്ടും ഇട്ട പഠിച്ചവന് പറ്റുകയല്ല, ഇന്ത്യൻ ജനതയ്ക്ക് കഴിയും. നരേന്ദ്രമോദിയെ തോൽപ്പിക്കാനും ഇന്ത്യൻ ജനതയ്ക്ക് കഴിയും. ജനതയുടെ വളർച്ചയ്ക്കൊപ്പം നിൽക്കുക എന്നത് മാത്രമേ മാർഗമുള്ളൂ. അവരെ അങ്ങനെ വളർത്തിക്കൊണ്ടുവരിക എന്നത് മാത്രമേ ഒരു വഴിയുള്ളൂ. അത് ഗാന്ധി കാണിച്ചു തന്ന വഴിയാണ്. അതുകൊണ്ടാണ് ചിലരെങ്കിലും പറയുന്നത് ഇന്ത്യയിൽ മാർക്സും ഗാന്ധിയും ഒരിക്കൽ കൂടി എത്തണമെന്ന്, രണ്ടുപേരും കാണണമെന്ന്. മാർക്സ് ഈ വർഗീയത വളരുന്ന, വലതുപക്ഷം വളരുന്ന വഴി എങ്ങനെയാണെന്ന് തിയറി രേഖപ്പെടുത്തി തരും. ഗാന്ധി അതിന് സമരരൂപങ്ങൾ നൽകും. അങ്ങനെയും മറികടക്കാൻ പറ്റും. 100 വർഷം എത്തിയപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്ക്, മനുഷ്യന് വേണ്ടി മരിച്ചത് കമ്മ്യൂണിസ്റ്റ്, പാവപ്പെട്ടവന്റെ കുടിലിൽ ജീവിച്ചത് കമ്മ്യൂണിസ്റ്റ്, അവൻ കുടിച്ച ഗ്ലാസിൽ അത് ഉടഞ്ഞതാണെങ്കിലും ചായ വേടിച്ച് കുടിച്ചത് കമ്മ്യൂണിസ്റ്റ്, അവന് വേണ്ടി സ്വന്തം ജീവിതം കളഞ്ഞത് കമ്മ്യൂണിസ്റ്റ്, ചോര ചൊരിഞ്ഞത് കമ്മ്യൂണിസ്റ്റ്. ഇതൊന്നും RSS ചെയ്തില്ല. RSS എന്നല്ല ഒരു വർഗീയവാദിയും ചെയ്തില്ല. അവർക്ക് ചെയ്യാൻ പറ്റുകയില്ല. എല്ലാ ചോരയും പ്രാണനും കമ്മ്യൂണിസ്റ്റുകാർ കൊടുത്തു, ലോഭമില്ലാതെ കൊടുത്തു. ചിലരാണെങ്കിൽ കുടുംബം വരെ ഉപേക്ഷിച്ചു, കുടുംബം ഉണ്ടാക്കുന്നതും ഉപേക്ഷിച്ചു. അവർ രാജ്യത്തെ മാത്രം സ്നേഹിച്ചു. പക്ഷേ ആദ്യഘട്ടത്തിൽ നമ്മളും RSSന് ഏതാണ്ട് ഒരുപോലെ വളർന്നു വന്നു. മാത്രമല്ല, നമ്മൾ മുന്നിലായിരുന്നു. സെക്കൻഡ് ഫേസിലും തരക്കേടില്ലാതെ വളർന്നു. സോവിയറ്റ് യൂണിയന്റെ തകർച്ചയോടുണ്ടായ ലോകത്ത് മൊത്തം വന്ന ഒരു മാറ്റത്തിന്റെ 3ാം ഘട്ടമുണ്ട്. ആ 3ാം ഘട്ടത്തിൽ ലോകത്ത് എല്ലായിടത്തും ഒരു ചോരയും കൊടുക്കാത്ത, ഒരു ത്യാഗവും സഹിക്കാത്ത വർഗീയ പ്രസ്ഥാനങ്ങൾ വളർന്നു. ജനങ്ങളുടെ പ്രസ്ഥാനങ്ങൾ തളർന്നു. അപ്പൊ അവിടെയാണ് ഒരു ഗാന്ധിയൻ ചിന്തയും മാർക്സിന്റെ ചിന്തയും തമ്മിൽ യോജിക്കേണ്ടത്. അങ്ങനെ യോജിക്കണമെങ്കിൽ അതിനർത്ഥവത്തായ ചിന്തയുണ്ടാവും. അത് ഒരു പാർട്ടിയുടെ, CPIയുടെ മാത്രം മനസ്സിലുണ്ടാവേണ്ടതല്ല, CPIഎമ്മിന്റെ മാത്രം മനസ്സിലുണ്ടാവേണ്ടതല്ല, കോൺഗ്രസ് മാത്രം ചിന്തിക്കേണ്ടതുമല്ല. കാരണം കോൺഗ്രസിന് മാത്രം അത് പറ്റുകയല്ല, പ്രാദേശിക പ്രസ്ഥാനങ്ങൾക്കൊന്നിനും ഒറ്റയ്ക്ക് പറ്റുകയല്ല. രാജ്യത്തുള്ള എല്ലാ പാർട്ടികളിലെയും ചിന്തിക്കുന്ന നല്ലവരായ മനുഷ്യൻ, കോൺഗ്രസിലുള്ളവർ കൂടി ഒരു പ്ലാറ്റ്ഫോമിലെത്തണം. അതൊരു മുന്നണിയല്ല. അത് തെരഞ്ഞെടുപ്പിൽ 4 പഞ്ചായത്ത് മെമ്പർമാരോ 2 MLAമാരോ ഒരു മന്ത്രിയോ ഒരു സംസ്ഥാനമോ പിടിക്കാനല്ല, ഒരു രാജ്യത്തെ രക്ഷിക്കാനുള്ള ഒരു ഒത്തുചേരലാണ്. അതിനാണ് ഗാന്ധിയെപ്പോലെയും മാർക്സിനെ പോലെയും ഉള്ളവരുടെ ഒത്തുചേരൽ ആവശ്യമായി വരുന്നത്. അതിനെയാണ് BJP ഭയക്കുന്നത്. അതുകൊണ്ടാണ് ഒരു ഗാന്ധി വരണമെന്ന് ആഗ്രഹിക്കുന്ന ചിന്തകളെപ്പോലും അവർ തടസ്സപ്പെടുത്തും. ഗാന്ധി എന്ന പേരിനെ പോലും അവർ ഭയക്കും. നെഹ്റുവിനെ അവർ മാച്ചുകളയും. അതുകൊണ്ട് ഇന്ത്യയിൽ കോൺഗ്രസിന്റെ ഉത്തരവാദിത്വം മാത്രമല്ല, ഇന്ത്യയിലെ സാധാരണ മനുഷ്യന്റെ, മതേതരത്വ മനുഷ്യന്റെ ഉത്തരവാദിത്വമാണ് ഈ ചിന്തകൾ നിലനിർത്തുക എന്നത്. അതിന് ചിന്തയുടെ ഒരു ഒത്തുചേരലുണ്ടാവും. ആ ഒത്തുചേരലുണ്ടാക്കാനുള്ള രാഷ്ട്രീയ യാത്രയാണ് സത്യത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഈ ചണ്ഡീഗഡിൽ നടക്കുന്ന കോൺഗ്രസിലേക്കുള്ള യാത്ര. അത് മനസ്സിൽ ഇന്ത്യ എന്ന ഭാരം ഏറ്റുവാങ്ങി
അതിന് പരിഹാരം കാണാനുള്ള, രാജ്യത്ത് ചിന്തിക്കുന്ന, രാജ്യത്തെ സ്നേഹിക്കുന്ന എല്ലാ മനുഷ്യരുടെയും കൂട്ടായ്മ സൃഷ്ടിക്കാനുള്ള ഒരു തീർത്ഥയാത്രയാണ്. അപ്പൊ അതിൽ നാളെ നിങ്ങൾ നിങ്ങളുടെ സമ്മേളനത്തിൽ ചേരുമ്പോഴും അത്തരം ചിന്തകൾ പങ്കുവയ്ക്കണം. രണ്ടാമത്തെ പ്രശ്നം, എങ്ങനെയാണ് മുതലാളിത്തം ഈ നല്ല ചിന്തകളെല്ലാം ഉള്ള മനുഷ്യരെ തകർത്ത് കളയുന്നത്, പ്രസ്ഥാനങ്ങളെ ഇല്ലാതാക്കി കളയുന്നത് എന്ന ആലോചനയാണ് വേണ്ടത്. അതിനവർ ഉപയോഗിക്കുന്ന ഒരേ ഒരു വഴി കമ്പോളമാണ്. ലോക കമ്പോളമാണ് ഇന്നത്തെ, പണ്ട് ജന്മിക്കില്ലാത്ത, പണ്ടത്തെ പ്രാദേശിക മുതലാളിത്തത്തിനില്ലാത്ത ഇന്നത്തെ ലോക മുതലാളിത്തത്തിന്റെ എല്ലാ സൂത്രധാരണത്വം നടത്തുന്നതിൻ്റെയും ആകെയിടം കമ്പോളമാണ്. എല്ലാ മനുഷ്യരെയും ഒരു കമ്പോളത്തിന്റെ ചങ്ങലയ്ക്കുള്ളിൽ കുരുത്തെടുത്താൽ അവരെ ആ സംസ്കാരത്തിന്റെ നിക്ഷേപകരാക്കി മാറ്റാം. ഇത് ലോകം, അതിന്റെ നേതാവാണ് ട്രംപ്. അത് ട്രംപ് അല്ല, ട്രംപിനെ സൃഷ്ടിച്ച ഇലോൺ മസ്ക്. അതിന്റെ നേതാവാണ് ഇന്ത്യയിലെ നരേന്ദ്രമോദി. നരേന്ദ്രമോദിയേക്കാൾ നരേന്ദ്രമോദിയെ സൃഷ്ടിച്ച അംബാനിയും അദാനിയും എല്ലാം ഈ കമ്പോളം കൊണ്ട് നമ്മളിൽ ഒരു സമരമില്ലാത്ത പൊതു സ്വഭാവത്തെ സൃഷ്ടിക്കാൻ ശ്രമിക്കുക. അതിൽ കമ്പോളത്തെ ഉപയോഗപ്പെടുത്തുകയാണ്. നമ്മുടെ എല്ലാ മനസ്സിൽ മുസ്ലിം, ക്രിസ്ത്യാനിയും ഹിന്ദുവുമായി വികാരങ്ങൾ സൃഷ്ടിക്കുന്നത് അവർക്കാവശ്യമുള്ളതുണ്ട്. എല്ലാ മത നേതാക്കന്മാരെയും നിലനിർത്തുന്നതിൽ അവരെ പണത്തിന്റെ പങ്കുണ്ട്. കാരണം കമ്പോളം നമ്മളെയെല്ലാം നമ്മൾ അറിയാതെ വല്ലാതെ ചൂഷണം ചെയ്യുന്നുണ്ട്. ഒരു കാര്യം ഇപ്പൊ പറഞ്ഞാൽ, നിലവിൽ പഞ്ചായത്തിലെ ഒരു പാൽക്കാരന് പശുവിനെ വളർത്താൻ നിവർത്തിയില്ലാത്തവണ്ണം ചെലവ് കൂടുതലാണെങ്കിൽ പരിഹാരം കാണാൻ പ്രയാസമാണ്. ആ പാല് മേടിച്ച് ചായ ഒഴിച്ച് ജീവിക്കുന്ന ഒരു തട്ട് ചായക്കട നടത്തുന്ന കച്ചവടക്കാരന് പഞ്ചസാരയുടെ വില കൂടുതലുള്ളതും കടവാടക കൂടുതലായതുകൊണ്ടും പാലിന്റെ വില കൂടിയതുകൊണ്ടും അയാൾ ഒരു 5 രൂപ ചായക്ക് കൂട്ടിയാൽ ആ കടയിൽ നിന്ന് പിറ്റന്ന് CPIയും ചായ കുടിക്കുകയല്ല, CPMും കുടിക്കുകയല്ല, കോൺഗ്രസും കുടിക്കുകയല്ല, ഹിന്ദുവും കുടിക്കുകയല്ല, മുസ്ലിമും കുടിക്കുകയല്ല, ക്രിസ്ത്യാനിയും കുടിക്കുകയല്ല, അവൻ കട പൂട്ടിപ്പോകും. അതായത് ഒരു ചെറിയവനെ തോൽപ്പിക്കാൻ നമുക്കറിയാം. ഒന്നുകിൽ അവൻ ചായയുടെ വില കുറയ്ക്കണം, അതല്ലെങ്കിൽ കടക്കൂട്ടം. എന്നാൽ എല്ലാ ദിവസവും നമ്മൾ മേടിക്കുന്ന 1 ലിറ്റർ പെട്രോളിന് 80 രൂപ ആരൊക്കെയോ കൊള്ളയടിക്കുന്നുണ്ട്. 1 ലിറ്റർ പെട്രോളിന് ലോകത്തുള്ള അതിന്റെ എല്ലാ ചെലവും കൂടെ ചേർത്താലും 25 രൂപയ്ക്ക് അപ്പുറമില്ല. പെട്രോളിന് പാലിന്റെ വിലയേക്കാൾ കുറഞ്ഞ വിലയേ ഉള്ളൂ. പക്ഷേ ഈ 80 രൂപ വീതം കൊള്ളയടിച്ച് ഇന്ത്യ ഗവൺമെന്റിന്റെ കണക്ക് തന്നെ പുറത്തു വന്നു. 5 വർഷം കൊണ്ട് ഏതാണ്ട് 30 ലക്ഷം കോടി രൂപ CPIയെയും CPMനെയും ഹിന്ദുവിനെയും മുസ്ലിമിനെയും ക്രിസ്ത്യാനിയെയും BJPയെയും ഒക്കെ കൊള്ളയടിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ട് അവരെ സമരം ചെയ്ത് തോൽപ്പിക്കാൻ പറ്റില്ല? അവിടെയാണ് ഈ കോർപ്പറേറ്റ് തന്ത്രം വിജയകരമായി നടപ്പാക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ ഒരു ചായ കുടിക്കാതിരിക്കാം, പക്ഷേ നമ്മുടെ ബൈക്കിൽ 1 ലിറ്റർ പെട്രോൾ അടിക്കാതിരിക്കാൻ പറ്റുകയില്ല. അമ്മയെ വേണമെങ്കിൽ നമുക്ക് ഹോസ്പിറ്റൽ കൊണ്ടുപോകാതിരിക്കാം, പക്ഷെ ബൈക്ക് എല്ലാ ദിവസവും എടുത്ത് ഏതെങ്കിലും പമ്പിൽ പോയേ പറ്റൂ. ആ മാനസികാവസ്ഥയിൽ നമ്മളെ എത്തിച്ചു. അതുകൊണ്ടാണ് അമ്മയ്ക്ക് ക്യാൻസർ വന്നാൽ ഒരു ബാങ്കിൽ നിന്ന് കടം കിട്ടാൻ എളുപ്പമല്ല. പക്ഷേ ഒരു ബൈക്ക് മേടിക്കാൻ ലോൺ വേണമെങ്കിൽ ഒരു വെള്ള പേപ്പർ മതി. ആ ലോൺ കിട്ടിയാൽ നിങ്ങളൊരു ദുരഭിമാനത്തിന്റെ ആളായി പോകും. ഇവിടെ എല്ലാം ഈ ബൈക്കിൽ പോകുന്ന ചെറുപ്പക്കാർ ഒരുപാട് പേരുണ്ട്. മിക്കവാറും ബൈക്ക് ലോണാണ്, മിക്കവാറും കാറ് ലോണാണ്, മിക്കവാറും വീട് ലോണാണ്. ഈ കാറും ബൈക്കും ഒക്കെ ഉള്ളത് എന്താണെന്ന് വെച്ചാൽ ആ ലോൺ കൃത്യമായി അടയ്ക്കും. പാർട്ടി കമ്മിറ്റിക്ക് വന്നില്ലെങ്കിലും അടയ്ക്കാനുള്ള കടമെങ്കിലും മേടിക്കാൻ അവന് ഓടും. സമരത്തിന് വന്നില്ലെങ്കിലും
അവൻ ഇത് അടച്ചു തീർക്കാനുള്ള കുരുക്കിൽപ്പെട്ട് കിടക്കുകയാണ്. കാരണം ഇത് എടുത്തുകൊണ്ട് പോയാൽ വീഴുന്നത് അവന്റെ അന്തസ്സാണെന്നാണ് അയാളുടെ ധാരണ. ഇത് മുതലാളിത്തം കമ്പോളത്തിലൂടെ സൃഷ്ടിച്ച ഒരു ദുരഭിമാനത്തിന്റെ ചങ്ങലയിലാണ് ഇന്ത്യയിലെ ചെറുപ്പം മുഴുവൻ. അതുകൊണ്ട് കേരളത്തിൽ സംഭവിക്കുന്നെന്താ, എവിടെയും സംഭവിക്കുന്നെന്താ, ചെറുപ്പം ഈ കടത്തിന്റെ കുരുക്കിൽപ്പെട്ട് അവനൊരു ജോലി തേടി നാട് വിടുകയാണ്. അവൻ ഈ നാടിനെ നന്നാക്കാനൊന്നുമില്ല, അവന് കടം തീർക്കണം, ഒരു ജോലി വേണം, അവന് സമരത്തിന് വരാൻ പറ്റുകയില്ല, അവനൊരു പുതിയ മാനസികാവസ്ഥയിലെത്തും. അതിന്റെ ഫലം ചെറുപ്പം രാഷ്ട്രീയത്തിൽ നിന്ന് തന്നെ മാറിയിരിക്കുകയാണ്. വല്ലപ്പോഴും അവൻ ചേർന്ന് നിൽക്കുന്നത് മതത്തോട് ചേർന്ന് നിൽക്കുന്ന വർഗീയതയിൽ മാത്രം. ഈ ചെറുപ്പത്തെ രാഷ്ട്രീയത്തിൽ നിന്ന് മാറ്റിയാൽ സംഭവിക്കുന്നത് ലോകത്തിൽ എവിടെയും സമരം ഉണ്ടാവില്ല. തീവെട്ടിക്കൊള്ള നടത്തുന്ന കോർപ്പറേറ്റുകൾക്കെതിരെ സമരം ഉണ്ടാവില്ല. നമ്മൾ വേണമെങ്കിൽ സമരം ഉണ്ടാവാതെ നിരാശരായി ആത്മഹത്യ ചെയ്യും. ആത്മഹത്യ ചെയ്യുന്നത് കൊണ്ട് കോർപ്പറേറ്റുകൾക്ക് ഒരു ഭയവുമില്ല. ഭയമില്ലെന്ന് മാത്രമല്ല, സന്തോഷമുണ്ട് തന്നെ. കമ്പോളം നമ്മുടെ കഴുത്തിലെ ഒരു കുരുക്കാണ്. കമ്പോളം നമ്മുടെ കാലിലെ ഒരു ചങ്ങലയാണ്. നമ്മുടെ മനസ്സിൽ ഒരു ദുരഭിമാനത്തിന്റെ ബോധം അത് കൊണ്ടുവച്ചിട്ടുണ്ട്. ഇതിനെ മുറിച്ചു കളയാൻ വേണ്ടിയാണ് സത്യത്തിൽ ഒരു മഹാത്മാഗാന്ധി ആവശ്യമുള്ളത്. ഇതിനെ പൊളിക്കണമെങ്കിൽ ജീവിതം കൊണ്ടേ പറ്റും. സി കേശവന്റെ ആത്മകഥയുടെ പേര് ജീവിത സമരം എന്നാണ്. ഇന്ന് ലോകത്തിലെ മനുഷ്യന്റെ മുമ്പിൽ ഒരു ജീവിത സമരം വേണം. അതാരെങ്കിലും കാണിച്ചു തരണം. ഇവരെ തോൽപ്പിക്കാമെന്ന്, ഇവരെ തോൽപ്പിക്കേണ്ടതുണ്ടെന്ന്. ആ കമ്പോള ശക്തികളാണ് അവർക്കെതിരെ വരുന്ന ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനിയും കറുത്തവനും വെളുത്തവനും വിവിധ ജാതിക്കാരും ഒക്കെ കൂടെ യോജിച്ചത് തെറ്റാണെന്ന് പറയാനൊരവസരം ഒരുങ്ങുന്നെങ്കിൽ അവരെ ജാതി കൊണ്ട് ഭിന്നിപ്പിക്കും, അവരെ വർഗീയത കൊണ്ട് ഭിന്നിപ്പിക്കും. അവിടെ ജനാധിപത്യം കൂടി ഇല്ലെങ്കിൽ പാകിസ്ഥാനിലുണ്ടായതുപോലെ ഭീകരവാദം ഉണ്ടാവും. പാകിസ്ഥാനിലെ സൈന്യം ലോകത്തിലേക്ക് ഏറ്റവും വലിയ അഴിമതി നിറഞ്ഞ സൈന്യമാണ്. അഴിമതിക്ക് സുലഭമായി വളരണമെങ്കിൽ അവിടെ ജനാധിപത്യം പാടില്ല. അവിടെ ജനങ്ങൾക്ക് അഭിലാഷമില്ല, ജനങ്ങളുടെ ആഗ്രഹങ്ങളെ പ്രതിനിധീകരിക്കാൻ ആരുമില്ല. അപ്പൊ അഴിമതി നിറഞ്ഞ ഒരു സൈന്യത്തിന് അപകടം പിടിച്ച ഒരു ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിച്ചേ പറ്റൂ. പാകിസ്ഥാൻ ഇന്ന് നേരിടുന്ന അവിടെ 1 കിലോ അരിക്ക് 250 രൂപയുണ്ട്, 1 ലിറ്റർ പെട്രോളിന് 300 രൂപയുണ്ട്. അത് സത്യത്തിൽ മരിച്ചവരുടെ, ജീവിച്ചിരിക്കുമ്പോഴും മരിച്ചവരുടെ, മോഹങ്ങളില്ലാത്തവരുടെ ഒരു നാടാണ്. പാകിസ്ഥാൻ രക്ഷപ്പെടണമെങ്കിൽ ഒരു വഴിയേ ഉള്ളൂ, പാകിസ്ഥാനിൽ ജനാധിപത്യം വരണം. പാകിസ്ഥാന്റെ ഭരണം, പാകിസ്ഥാന്റെ നയം, പാകിസ്ഥാന്റെ സ്വഭാവം ജനം തീരുമാനിക്കണം. ജനം തീരുമാനിച്ചാൽ പാകിസ്ഥാൻ യുദ്ധത്തിൽ നിന്ന് മാറും. അതേ ഉള്ളു വഴി. ഞാൻ പാകിസ്ഥാനിലെ 75 വർഷത്തെ ചരിത്രത്തിൽ 38 വർഷവും ഭരിച്ചത് പട്ടാളമാണ്. എന്തുകൊണ്ട് പട്ടാളം ഭരിച്ചാൽ പട്ടാളം ജനങ്ങളെ വെടിവെക്കും. പട്ടാളം ഒരിക്കലും ജനങ്ങളെ വെടിവെക്കരുത്. ജനങ്ങളുടെ ക്രമസമാധാന പ്രശ്നത്തിൽ പട്ടാളം ഇടപെടരുത്. പട്ടാളം അതിരുകളിൽ രാജ്യത്തിന് കാവൽ നിൽക്കേണ്ടതാണ്. പാകിസ്ഥാനിലെ പട്ടാളം രാജ്യത്തിന്റെ കാവലല്ല, അത് ജനങ്ങളുടെ കാവൽക്കാരനായിട്ടാണ് പലപ്പോഴും നിൽക്കുന്നത്. അപ്പൊ ഇതിന് മാറ്റം ഉണ്ടാവണം. മാറ്റം ഉണ്ടാക്കാൻ കഴിയുന്നത് ജനതയ്ക്കാണ്, എവിടെയും ജനതയ്ക്കാണ്. ഇന്ത്യയിലും നമ്മുടെ സ്വാതന്ത്ര്യം നരേന്ദ്രമോദി ഭരിക്കുമ്പോൾ, വർഗീയത നടപ്പാക്കുമ്പോൾ കുറഞ്ഞു വരികയാണ്. സമരം ചെയ്യാനുള്ള അവകാശം, തിരുത്താനുള്ള അവകാശം ജനങ്ങൾക്ക് കുറയുകയാണ്. എന്നാലും ഇവിടെ വോട്ട് ചെയ്യാൻ അവകാശമുണ്ട്, ഇവിടെ നിലവിളിക്കാൻ അവകാശമുണ്ട്. ആ നിലവിളിക്കാനുള്ള അവകാശമാണ് ഈ കമ്പോളം നമ്മുടെ കഴുത്തിലിട്ട, ബോധപൂർവം ഇട്ട, ലോകത്തിലെല്ലാ പാവപ്പെട്ടവന്റെയും കഴുത്തിലുള്ള കുരുക്ക് അടർത്തി മാറ്റാനുള്ള ഐക്യം മനുഷ്യനുണ്ടാകും. അത് കേരളത്തിലെയോ ഇന്ത്യയിലെയോ കമ്മ്യൂണിസ്റ്റുകാർ അല്ലെങ്കിൽ CPI മാത്രം ചർച്ച ചെയ്യേണ്ട കാര്യമൊന്നുമല്ല. അതിനാണ് ചിലപ്പോഴെങ്കിലും ഞാൻ ആലോചിച്ചിട്ടുണ്ട്, ഈ ഫ്രാൻസിസ് മാർപ്പാപ്പ, അദ്ദേഹമാണ് ധൈര്യപൂർവ്വം ട്രംപിനോട് പറഞ്ഞത്,
നിങ്ങളൊരു ക്രിസ്ത്യാനിയല്ല. ഒരു ക്രിസ്ത്യാനിയാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ലോകത്തെ ദ്രോഹിക്കാൻ പറ്റുകയില്ല. ഞാൻ ആലോചിച്ചു, ഇദ്ദേഹത്തെ പോലെ ഒരാൾ വേണം ലോകത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ പാവപ്പെട്ടവരെ നയിക്കാനും. അദ്ദേഹം മരിച്ചുപോയപ്പോൾ പത്തനംതിട്ട ബിഷപ്പ് വരക്കക്കൂടെയുള്ള ഒരു യോഗത്തിൽ ഞാൻ സംസാരിച്ചു. ഞാനിത് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞത് ശരിയാണ്. ലളിതമായി ജീവിക്കാൻ ഒരുപക്ഷെ മറ്റൊരു മഹാത്മാഗാന്ധി ഈ ഫ്രാൻസിസ് മാർപ്പാപ്പയിലുണ്ട്. അദ്ദേഹം അതുകൊണ്ടാണ് ഗാസയിലും ആ പ്രദേശങ്ങളിലും ജീവിച്ച് ഒരുപാട് തരത്തിലുള്ള ദുരിതങ്ങളിൽപ്പെട്ട മുസ്ലിം ചെറുപ്പക്കാരന്റെ കാൽ കഴുകുന്ന കർമ്മം നിർവഹിച്ചത്. നമുക്ക് പുതിയ മനുഷ്യർ വേണം. ലളിതമായ പൊതുപ്രവർത്തകന്റെ പുതിയ മുഖം ഉണ്ടാവണം. അത് ഗാന്ധിയുടെ നാടിന് കഴിയും, അബ്ദുൽ കലാം ആസാദിന്റെ നാടിന് കഴിയും. നമ്മുടെ നാടിന്റെ നല്ല അമ്മമാർ അവരുടെ വയറ്റിൽ 10 മാസം ചുമന്ന് പ്രസവിച്ച ഹിന്ദുവിനും മുസൽമാനും ക്രിസ്ത്യാനിക്കും വിശ്വാസിക്കും അവിശ്വാസിക്കും കഴിയും. അപ്പൊ ഈ കമ്പോളത്തിന്റെ ചങ്ങലക്കെട്ടുകൾ അടിച്ചു കളയണം. അത് കമ്മ്യൂണിസ്റ്റുകാരനെ ബാധിച്ചാലും കമ്പോളത്തിന്റെ ചങ്ങലക്കെട്ടുകൾ ഒരു ദുരഭിമാനമാണ്. നമ്മളെയും ബൂർഷ്വാ സ്വഭാവത്തിന്റെ ചില അലകം പിടിയുമൊക്കെ നമ്മളിലും സൃഷ്ടിക്കും. അതുകൊണ്ട് ശ്രദ്ധയോടെ ലോക കമ്പോളം അവരുടെ താല്പര്യത്തിന് ഒരു ദ്വന്ദ്ഭാവമുള്ള വൈരുദ്ധ്യമുള്ള ഒന്ന് വളർത്തുന്നുണ്ട്. അവർ കമ്പോളത്തിനകത്ത് സൃഷ്ടിക്കുന്ന ഒരു മതേതരത്വമുണ്ട്. അത് കമ്പോള മതേതരത്വമാണ്. അവർ കമ്പോളത്തിനകത്ത് സൃഷ്ടിക്കുന്ന ഒരു ജനാധിപത്യമുണ്ട്. അത് ശുദ്ധ ജനാധിപത്യമല്ല, അത് കമ്പോള ജനാധിപത്യമാണ്. അവിടെ പണമുണ്ടെങ്കിലേ നിങ്ങൾക്ക് അകത്ത് കടക്കാൻ പറ്റൂ. പണമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കറുപ്പോ വെളുപ്പോ ആവാം, നിങ്ങൾ ഹിന്ദുവോ മുസ്ലിമോ ആവാം, നിങ്ങൾ ക്രിസ്ത്യാനിയോ വിശ്വാസിയോ അവിശ്വാസിയോ ആകാം. പണമുണ്ടെങ്കിൽ നിങ്ങൾക്കകത്ത് പ്രവേശനമുണ്ട്. പണമുള്ളവന്റെ ജനാധിപത്യവും പണമുള്ളവന്റെ മതേതരത്വ ബോധവുമാണ് കമ്പോളത്തിലുള്ളത്. ആ കമ്പോളത്തിന് പുറത്ത് നിങ്ങൾ ഈ കമ്പോളം ചെയ്യുന്ന തെറ്റുകൾക്കെതിരെ ശബ്ദിച്ചാൽ, ഈ കമ്പോളത്തിൽ അവർ വലതുപക്ഷ സ്വഭാവമുള്ള ഒരു രാഷ്ട്രീയം മതേതരത്വപൂർണമായി വളർത്തുന്നവർ കമ്പോളത്തിന് പുറത്ത് സമരമുണ്ടാകാൻ വന്നാൽ അവർ ജനാധിപത്യമില്ലാത്ത വർഗീയതയെ വളർത്തും. കമ്പോളത്തിനകത്ത് ജനാധിപത്യവും കമ്പോളത്തിന് പുറത്ത് ഏകാധിപത്യവും സൃഷ്ടിക്കാൻ രണ്ടിനെയും താലോലിക്കുന്ന ഒരു നയം കോർപ്പറേറ്റ് മുതലാളിത്തത്തിനുണ്ട്. ആ നയമാണ് ലോകം ഇപ്പം നടപ്പാക്കുന്നത്. ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കണം. ചെറുപ്പക്കാരോടൊക്കെയുള്ള എന്റെ അഭ്യർത്ഥന, ആ ചെറുപ്പക്കാർ CPIയോ CPMോ കോൺഗ്രസോ ആരും ആവട്ടെ, അവരിതിനെക്കുറിച്ച് പഠിക്കണം. ഈ കമ്പോളം സൃഷ്ടിച്ച് നമ്മുടെ ദുരഭിമാന